ഇന്നത്തെ നമ്മുടെ കേട്ടറ്റ് ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് എത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി SNDTയിലെ പ്രധാന അധ്യാപകൻ പ്രിൻസിപ്പൽ കൂടിയായ മധു സാറാണ്. ഇന്ന് നമുക്ക് സ്വാഗതം പറയാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് റിജു ടീച്ചറാണ്. അധ്യാപക കൂട്ടം അഡ്മിൻസ് ഗ്രൂപ്പ് അംഗമാണ്. അതുപോലെ തന്നെ നന്ദി പറയുന്നത് പ്രീതി ടീച്ചറാണ്. ടീച്ചറും അധ്യാപക കൂട്ടം അഡ്മിൻസ് ഗ്രൂപ്പ് അംഗമാണ്. ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും നന്ദി പറയാനെത്തിയിട്ടുള്ള പ്രീതി ടീച്ചറും സ്വാഗതം പറയുന്ന റിജ ടീച്ചറും രണ്ടുപേരും ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന മധു സാറിന്റെ സ്റ്റുഡൻസ് ആണ്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിലെ സ്വാഗതം പറയുന്നതിനായി റിജ ടീച്ചറെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി ടീച്ചർ, ഗവൺമെന്റ് LP സ്കൂൾ കോഴിമുക്ക് സൗത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്കൊരു യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് സുഹൃത്തിനെ പോലെയാണ് സാറ്. അപ്പം ഈ സൗഹൃദത്തിന്റെ പാഠങ്ങൾ തന്നെ ഞങ്ങൾ ആദ്യം പഠിക്കുന്ന മത്സാറിൽ നിന്നാണ്. അപ്പൊ എങ്ങനെ ആയിരിക്കണം ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് ഞങ്ങളെ ആദ്യം പഠിപ്പിച്ച ആള് തന്നെ മത്സാറാണ്. അപ്പൊ സാറിന് സ്വാഗതം പറയാൻ പറ്റിയ ഒരു അവസരം എനിക്ക് ഭയങ്കര എന്റെ ജീവിതത്തിലെ ഭയങ്കര ഒരു ഞാൻ എന്റെ ദക്ഷിണായിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ, എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞു. എന്തായാലും ഒരു ക്ലാസ് എടുക്കാൻ സാറ് വന്നതിൽ വളരെ സന്തോഷം. സാറിനെ അധ്യാപകത്തിന്റെ പേരിലും എന്റെ പേരിലും സ്വാഗതം ചെയ്തിരുന്നു. ടീച്ചറിന്റെ സൈക്കോളജി ക്ലാസ് നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടല്ലോ. ഇന്ന് ഞാനിത് തുടങ്ങുന്നത് ഇന്ന് മനഃശാസ്ത്ര ചിന്താധാരകൾ, പഠനവുമായി ബന്ധപ്പെട്ട കുറച്ച് വാദമുഖങ്ങൾ, ഇതിന് പഠന സിദ്ധാന്തങ്ങൾ കുറച്ച് പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിരന്തരം ടെറ്റിനകത്ത് കേറ്ററ്റില് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ പഠനം, വാദമുഖങ്ങൾ. അപ്പം പഠനവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്ര ചിന്താധാരകളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് ഞാൻ അതിലേക്ക് അങ്ങ് കടക്കുകയാണ്. അപ്പൊ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞതിന് ശേഷം കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറയും, അതിന്റെ ഓപ്ഷൻസും പറയും. നിങ്ങൾ അതിന്റെ ഓപ്ഷൻ ഏതാണോ വരുന്നത് അത് ആൽഫബറ്റ് മാത്രം, അത് അവസാനമാണ്. അപ്പൊ ആദ്യത്തെ ഒരു സെഷനിൽ ഇത് പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സെഷനിൽ അതിന്റെ ഓപ്ഷൻസ് വരുന്ന ആൽഫബറ്റ് മാത്രം നിങ്ങളൊന്ന് എഴുതി നോക്കുക. എല്ലാവരുടെയും കയ്യിൽ ബുക്കും പേനയും ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഒന്ന് എഴുതി നോക്കുക. എഴുതി നോക്കിയതിന് ശേഷം നമുക്ക് എത്രമാത്രം എവിടെ വരെയൊക്കെ എത്താൻ കഴിയുന്നു, ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചിലപ്പോൾ തെറ്റെഴുതി അങ്ങനൊരു പരിചയമുള്ളവരും ആയിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ അത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് എഴുതി കിട്ടിയില്ല എന്ന് കരുതി ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സൈക്കോളജിക്ക് 30 മാർക്കിനാണ് ചോദ്യം ചോദിക്കുന്നത്. സാമാന്യം നന്നായിട്ട് DLED അല്ലെങ്കിൽ DED TTCക്കോ അല്ലെങ്കിൽ BEdനോ നന്നായിട്ട് സൈക്കോളജി ഒരുവിധം മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർക്ക് മിക്കവാറും ഒരു 25 സ്കോറിനടുത്ത് ചെയ്യാൻ പറ്റുന്ന, എന്ന് പറഞ്ഞാൽ മറ്റ് വിഷയങ്ങൾക്കുണ്ടാകുന്ന പരാധീനത ഏറ്റവും കൂടുതൽ ടാക്കിൾ ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ നമ്മളത് കവർ ചെയ്ത് പോകുന്നത് സൈക്കോളജിയുടെ ആൻസറിങ്ങിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് അങ്ങ് കിടക്കുകയാണ്. ഒന്നാമത്തെ വാദമുഖം ധർമ്മവാദം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസം എന്ന് പറയും. ഫങ്ഷണലിസം അല്ലെങ്കിൽ ധർമ്മവാദം. വില്യം ജെയിംസ് ആണ് ഇതിന്റെ ഉപജ്ഞാതാവ്. എന്താണ് ഈ ധർമ്മവാദം? മനുഷ്യന്റെ മനസ്സിൽ കുറച്ച് ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മങ്ങൾക്കാണ് പ്രാധാന്യം. മനുഷ്യ മനസ്സിന് ചിന്ത, ഭാവന, സർഗാത്മകത അങ്ങനെ തുടങ്ങി കുറെ ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. ആ ധർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മനഃശാസ്ത്ര ചിന്താധാരയാണ് ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസം എന്ന് പറയുന്നത്. അപ്പൊ ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവ് വില്യം ജെയിംസ്. ധർമ്മവാദത്തിനൊന്നും അത്ര വലിയ കൂടുതൽ ചോദ്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. കാരണം ഏറ്റവും പഴയ ഒരു വാദമുഖമാണിത് ധർമ്മവാദം. തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ ചോദ്യങ്ങൾ കൂടുതൽ വരുന്ന ഏരിയ വരും. അപ്പൊ ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവ് വില്യം ജെയിംസ് ആണ്. മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നു? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉത്തരം എഴുതേണ്ടി വരും. മനുഷ്യൻ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നു? ഇവയെ പഠനവിധേയമാക്കിയ മനഃശാസ്ത്ര ചിന്താധാരയാണ് ഡാഷ് എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം ധർമ്മവാദമാണ്. ഒന്ന് ഓർത്തിരിക്കുക. മനുഷ്യൻ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നു? ഇവയെ പഠനവിധേയമാക്കിയ മനഃശാസ്ത്ര ചിന്താധാര ഏത് എന്ന് ചോദിച്ചാൽ ധർമ്മവാദം എന്ന് ഉത്തരം എഴുതേണ്ടി വരും. ഓക്കെ. ഇപ്പൊ വില്യം ജെയിംസ് ആണ് ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവ്. പരിസ്ഥിതിയുമായിട്ടുള്ള ഇണങ്ങിച്ചേരലാണ് ധർമ്മവാദത്തിന്റെ പഠന വിഷയം. ഇപ്പൊ മനുഷ്യർ പരിസ്ഥിതിയുമായിട്ട്
സമായോജനം, രണ്ട് വാക്കുകളാണ് ധർമ്മവാദികൾ പറഞ്ഞിട്ടുള്ളത്. സമായോജനവും അതോടൊപ്പം തന്നെ സമായോജനം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്, സംയോജനം അല്ലെങ്കിൽ അനുരൂപീകരണം, അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ജീൻ പിയാഷെ ആവിഷ്കരിച്ച വാക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന സംജ്ഞ അല്ലെങ്കിൽ ടേം മുന്നോട്ട് വെച്ചത് ജീൻ പിയാഷെയാണ്. പിയാഷെ ആവിഷ്കരിച്ചാണ് ഈ അനുരൂപീകരണം എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ. അത് യഥാർത്ഥത്തില് ധർമ്മവാദികൾ അതിനു മുമ്പേ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ധർമ്മവാദത്തില് രണ്ട് വാക്കുകളാണ് പറയുന്നത്. ഒന്ന് അനുരൂപീകരണവും സമായോജനവും. അനുരൂപീകരണം, അഡാപ്റ്റേഷൻ എന്താണെന്നറിയാം. ഒരു പ്രത്യേക സാഹചര്യത്തില് ഏതൊരു സാഹചര്യമായാലും അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇണങ്ങിച്ചേരാനുള്ള കഴിവിനെയാണ് സമായോജനം എന്ന് പറയുന്നത്. അനുരൂപീകരണം എന്ന് പറയുന്നത് ഇതിന് സമാനമായ ഒരു കാര്യമാണ്. ഏതൊന്നിനോട് അനുരൂപീകരണം സാധ്യമാകും, അഡാപ്റ്റ് ചെയ്യുക. അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഒരു ചെറിയ ഹോളിനകത്തേക്ക് ഒരു കമ്പ് കയറ്റാൻ ശ്രമിക്കുമ്പോൾ ആ ഹോളും ആ കമ്പും തമ്മിൽ യോജിച്ചു പോകുന്നെങ്കിൽ മാത്രമേ ആ ഹോളിലേക്ക് കമ്പ് കയറുള്ളൂ. ഇതാണ് ടീച്ചർ പീപ്പിൾ റിലേഷൻ. ക്ലാസ് റൂമിൽ നമ്മൾ കുട്ടികളുമായിട്ട് സംവദിക്കുമ്പോൾ കുട്ടികൾ നമ്മളുമായിട്ട് അനുരൂപീകരണം സാധ്യമാകണം, നമ്മൾക്ക് കുട്ടികളുമായിട്ട് അനുരൂപീകരണം സാധ്യമാകണം. അതാണ് അഡാപ്റ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് റൂമുമായിട്ടുള്ള അഡാപ്റ്റേഷനും ടീച്ചറുമായിട്ടുള്ള അഡാപ്റ്റേഷൻ, കുട്ടികൾ തമ്മിലുള്ള അഡാപ്റ്റേഷൻ. അപ്പം അനുരൂപീകരണത്തിനും സമായോജനത്തിനും വളരെയേറെ പ്രാധാന്യം നൽകിയ വാദമുഖം ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം ധർമ്മവാദം എന്ന് ഉത്തരം എഴുതേണ്ടി വരും. ധർമ്മവാദം. ഓക്കെ. അപ്പം ഒരു വാദമുഖം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ധർമ്മവാദം. രണ്ടാമത്തതാണ് പിന്നെ ഘടനാവാദം. അപ്പം ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവ് വില്യം ജെയിംസ് ആണ്. അടുത്തത് ഘടനാവാദമാണ്. ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവ് വില്യം ബ്യൂണ്ടാണ്. അപ്പം ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവ്, ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസത്തിന്റെ ഉപജ്ഞാതാവ് വില്യം ബ്യൂണ്ടാണ്. ജർമ്മനിയിൽ 1879 ഈ വാദമുഖം ഉടലെടുത്തത്. ആദ്യമായി ഒരു ചോദ്യം ഇങ്ങനെ വന്നാൽ ഉത്തരം ഇങ്ങനെ എഴുതണം. ആദ്യമായി മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചതാര്? വില്യം ബ്യൂണ്ട് എന്ന് ഉത്തരം എഴുതേണ്ടി വരും. വില്യം ബ്യൂണ്ട്. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, സംവേദനത്തിന്, നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് സംവേദനം. സൈക്കോളജിയിൽ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സംവേദനം അല്ലെങ്കിൽ സെൻസേഷൻ. സംവേദനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, നിങ്ങൾ അധ്യാപകരായിട്ടുള്ളവർക്കോ അല്ലാത്ത ട്രെയിനീസ് ആയിട്ടുള്ളവർക്കോ ഒക്കെ അറിയാവുന്ന ആണ് സംവേദനത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. എന്താണ് സംവേദനം? സംവേദനം എന്താണെന്ന് പറയാമോ? എന്താണ് സംവേദനം? രാഹുൽ എന്താണ് സംവേദനം? എന്ന് പറഞ്ഞാൽ നമ്മള് ഇങ്ങനെ പരസ്പരം ആശയങ്ങള് സംവദിക്കില്ലേ, അതിനുള്ള ഒരു മാധ്യമം എന്നൊക്കെ പറയാൻ പറ്റില്ലേ, അതിനല്ലേ നമ്മൾ സംവേദനം. അതെ, പരസ്പരം ആശയവിനിമയം ചെയ്യുമ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് ടീച്ചർ ആശയം വിനിമയം ചെയ്യുമ്പോൾ കുട്ടികൾ സംവേദനത്തിലൂടെയാണ് ഇത് ആർജിക്കുന്നതെന്നാണ് പറയുന്നത്. സംവേദനം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ, അറിവിന്റെ കവാടങ്ങളാണ് ഇന്ദ്രിയങ്ങൾ. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. അതുകൊണ്ടാണല്ലോ നമ്മൾ വെറുതെ നമ്മളുടെ ഈ ക്ലാസ്സുകളൊന്നും വെറുതെ ലെക്ചർ ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രസംഗ രീതിയിലൂടെ പഠിപ്പിക്കരുത് എന്നുള്ള ഒരു സിദ്ധാന്തം വന്നത് തന്നെ എങ്ങനെയാണ്? കാരണം പ്രസംഗിക്കുമ്പോൾ ചെവി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ കുട്ടികളുടെ. അതുകൊണ്ട് സംവേദനത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ, സംവേദനം എന്ന് പറയുമ്പോൾ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി ഇവ അഞ്ചും പ്രവർത്തിക്കും. ഇന്ദ്രിയങ്ങളിലൂടെ അറിവ് സമ്പാദിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സംവേദനം. നിങ്ങൾ പഠിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോകുന്നുള്ളൂ, ആശയ രൂപീകരണ പ്രക്രിയയുടെ ഘട്ടങ്ങൾ ഏതെല്ലാം. തെറ്റിന് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്, ചുവടെ ചേർത്തിരിക്കുന്നതിൽ ആശയ രൂപീകരണ പ്രക്രിയയുടെ ഘട്ടങ്ങളെ ഓർഡറിലാക്കുക എന്നുള്ളത്. അതിനെ ക്രമപ്പെടുത്തി എഴുതിയിരിക്കുന്നതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് ഏതാണ്? ആശയ രൂപീകരണം നടക്കണമെങ്കിൽ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ കുട്ടി കടന്നു പോകണം? കുട്ടി എന്നുള്ളത് മാത്രമല്ല, മുതിർന്നവരായാലും ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് ആശയ രൂപീകരണ പ്രക്രിയ നടക്കുന്നത്? അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒന്നാണ് സംവേദനം. ഇന്ദ്രിയങ്ങളിലൂടെ അറിവ് ലഭിക്കുന്ന പ്രക്രിയ. സംവേദനത്തിലൂടെ ലഭിച്ച അറിവിന് അർത്ഥം നൽകുന്ന പ്രക്രിയ പ്രത്യക്ഷണം അല്ലെങ്കിൽ പെർസെപ്ഷൻ. ഒന്നാമത്തെ ഘട്ടം സംവേദനം, ആശയരൂപീകരണ പ്രക്രിയയുടെ ഘട്ടങ്ങളാണ് സംവേദനം. രണ്ടാമത്തത് പ്രത്യക്ഷണം. മൂന്നാമത്തത് വർഗീകരണം അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ. നാലാമത്തത് സാമാന്യവൽക്കരണം അല്ലെങ്കിൽ ജനറലൈസേഷൻ. എല്ലാ ആശയങ്ങളും കുട്ടികൾ രൂപീകരിക്കുന്നത് ഈ പ്രക്രിയയിലൂടെയാണെന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞതല്ല, ഇത് ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞന്റെ പേര് പറഞ്ഞേ.
പേര് പറയും. ഇത് ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞ ആരാണ്? അല്ല, ഈ ആശയ രൂപീകരണ പ്രക്രിയയുടെ ഘട്ടങ്ങൾ ആവിഷ്കരിച്ചത് ആര്? ആശയ രൂപീകരണ പ്രക്രിയയുടെ ഘട്ടങ്ങൾ ആവിഷ്കരിച്ചത് ബ്രൂണർ. ഏതെല്ലാമാണ് ഘട്ടങ്ങളെന്ന് ചോദിച്ചാൽ അത് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതിക്കോണം. ഇതാണ് അതിന്റെ ശരി ഉത്തരം. എഴുതിക്കോണമെന്നല്ല, അതിന്റെ ഓപ്ഷൻ ഇതായിരിക്കും: സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവൽക്കരണം. ഒരു എക്സാമ്പിൾ, ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ പറയുന്നു. സസ്യങ്ങളെ കുട്ടി കാണുന്നു, കേൾക്കുന്നു, പിന്നെ സ്പർശിച്ചറിയുന്നു, മണത്തറിയുന്നു. അങ്ങനെയുള്ള സംവേദനത്തിലുള്ള സസ്യങ്ങളെ കുട്ടി അറിയുന്നു. രണ്ടാമത്തേത് പ്രത്യക്ഷണമാണ്. റോസാപ്പൂ എന്ന് ഞാനൊരു പൂവിന്റെ പേര് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് റോസാപ്പൂവിന്റെ പിക്ചർ വന്നു കഴിഞ്ഞു. അതിനെയാണ് പ്രത്യക്ഷണം എന്ന് പറയുന്നത്. റോസാപ്പൂ എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിലേക്ക് ചെമ്പരത്തിപ്പൂവോ തെച്ചിയുടെ പൂവോ വരില്ല. കാരണം റോസാപ്പൂ എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യക്ഷണം അല്ലെങ്കിൽ പെർസെപ്ഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ വർഗീകരണമാണ്. വർഗീകരണം എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷനകത്ത് ചെമ്പരത്തിപ്പൂവിന്റെ പ്രത്യേകത എന്ത്, തെറ്റിപ്പൂവിന്റെ പ്രത്യേകത എന്ത്, മറ്റിതുപോലുള്ള പൂക്കളുടെ പ്രത്യേകത എന്ത്, അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചു നിർത്തുന്ന പ്രക്രിയ ആശയരൂപീകരണത്തിലെ മൂന്നാമത്തെ പ്രക്രിയയാണ് വർഗീകരണം. നാലാമത്തെ ഘട്ടത്തിൽ പോകുന്നത് സാമാന്യവൽക്കരണം അല്ലെങ്കിൽ ജനറലൈസേഷൻ ആണ്. എല്ലാരെയും കുറിച്ച് ഇതുപോലെ തന്നെയാണ്. എല്ലാ ആശയങ്ങളെയും കുറിച്ച് ഈ ഘട്ടത്തിലൂടെ കടന്നുപോയാണ് ആശയരൂപീകരണം നടക്കുന്നതെന്നാണ് ജെറോം എസ് ബ്രൂണറുടെ കണ്ടെത്തൽ. ഈ സംവേദനം ഘടനാവാദത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവാണ് സംവേദനം. സംവേദനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു ഘടനാവാദികൾ. അതിൽ ഏറ്റവും പ്രധാനിയാണ് വില്യം ബ്യൂൺസ്. ജർമ്മനിയിൽ 1879 ഇത് ഉടലെടുത്തത്. ദർശനം, സ്പർശനം. പിന്നെ സാറേ, വില്യം ബ്യൂണ്ടല്ലേ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത്? അതൊരു ചോദ്യമാണ്. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല രൂപീകരിച്ചത് ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വില്യം ബ്യൂണ്ടാണ്. ആദ്യത്തെ മനഃശാസ്ത്ര വില്യം ബ്യൂൺസ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ വാദമുഖം. രണ്ടെണ്ണം ഞാൻ പറഞ്ഞുള്ളൂ: ധർമ്മവാദം, ഘടനാവാദം. ധർമ്മത്തിന് പ്രാധാന്യം അല്ലെങ്കിൽ ഫംഗ്ഷന് പ്രാധാന്യം നൽകുന്ന വാദമുഖം ധർമ്മവാദം, ഘടനയ്ക്ക് പ്രാധാന്യം നൽകുന്നത് ഘടനാവാദം. രണ്ടിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. രണ്ടും പല കാര്യങ്ങൾക്കും രണ്ടും നല്ലതാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഘടനാവാദത്തെ അംഗീകരിക്കേണ്ടി വരും, ചില സന്ദർഭത്തിൽ നമുക്ക് ധർമ്മവാദത്തെ അംഗീകരിക്കേണ്ടതായിട്ട് വരും. മൂന്നാമത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് നിങ്ങളുടെ ട്രെയിനിങ് പീരീഡുകളിലും അല്ലാതെയും ഒക്കെ തന്നെ. മൂന്നാമത്തെ വ്യവഹാരവാദം അല്ലെങ്കിൽ ചേഷ്ടാവാദം അല്ലെങ്കിൽ വർത്തനവാദം. 3 വാക്കുകൾ ഒന്ന് ഓർത്തിരിക്കുക: വ്യവഹാരവാദം, ചേഷ്ടാവാദം, വർത്തനവാദം. ഇംഗ്ലീഷിൽ അതിനെ ബിഹേവിയറിസം എന്നാണ് പറയുന്നത്. ബിഹേവിയറിസം എന്താണിത്? യഥാർത്ഥത്തില് വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് JB വാട്സൺ ആണ്. വ്യവഹാരവാദം എന്ന് പറഞ്ഞാൽ ചോദക പ്രതികരണ ബന്ധമാണ് എല്ലാത്തിന്റെ ആധാരമെന്നാണ് വ്യവഹാരവാദികളുടെ കണ്ടെത്തൽ. വ്യവഹാരവാദം ചോദക പ്രതികരണ ബന്ധമാണ് എല്ലാത്തിന്റെ ആധാരം അല്ലെങ്കിൽ എല്ലാത്തിന്റെ അടിസ്ഥാനം. അതിനെയാണ് വ്യവഹാരവാദം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ വ്യവഹാരവാദം അല്ലെങ്കിൽ ചേഷ്ടാവാദം അല്ലെങ്കിൽ വർത്തനവാദം, വർത്തനവാദം, വ്യവഹാരവാദം, ചേഷ്ടാവാദം 3 ഒന്ന് തന്നെയാണ്. ചോദക പ്രതികരണ ബന്ധമാണ് എല്ലാത്തിന്റെ ആധാരം അല്ലെങ്കിൽ പഠനത്തിന് ആധാരം എന്ന വാദമുഖമാണിത്. ഇവിടെ ഈ ചേഷ്ടാവാദം പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട വാദമുഖങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട വാദമുഖങ്ങൾ എന്നുള്ളതല്ല, സിദ്ധാന്തങ്ങളാണ്. ഒന്ന് സംബന്ധവാദം അല്ലെങ്കിൽ കണക്ഷനിസം. സംബന്ധവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? പറഞ്ഞു നോക്കൂ. സംബന്ധവാദം അല്ലെങ്കിൽ കണക്ഷനിസം. എല്ലാത്തിനും SR ബന്ധം, ചോദക പ്രതികരണ ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൂച്ചയിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. പിന്നെ പൂച്ചയിൽ പരീക്ഷണം നടത്തിയതിനു ശേഷം ശ്രമപരാജയ പഠനം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയുന്ന തിയറി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തോണ്ടയ്ക്കാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ? ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അത് വളരെ അരോചകമായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത് അറിയാവുന്നവരങ്ങ് പറഞ്ഞുകൊണ്ടാൽ മതി, അപ്പൊ കുഴപ്പമില്ല. തോണ്ടയ്ക്കാണ് സംബന്ധവാദത്തിന്റെ ഉപജ്ഞാതാവ്. ചോദക പ്രതികരണ ബന്ധങ്ങൾ അല്ലെങ്കിൽ SR കണക്ഷൻസ്
അതൊക്കെ നിങ്ങൾക്ക് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പൂച്ചയിൽ പരീക്ഷണം നടത്തി മത്സ്യകഷ്ണം പുറത്തു അതിനുശേഷം പൂച്ച അത് കൈക്കലാക്കുന്നതിന് വേണ്ടി ഉത്തോലക സംവിധാനമുള്ള ഒരു കൂടിനകത്ത് അടക്കി ഉത്തോലകം ചലിപ്പിച്ചതിന് ശേഷം കുറച്ചു നാളത്തെ പരിശീലനത്തിന് ശേഷം ഉത്തോലകം ചലിപ്പിച്ച് എന്ന് പറഞ്ഞാൽ കൂട്ടിലടച്ചാൽ ഉടനെ തന്നെ ഉത്തോലകം ചലിപ്പിച്ച് അല്ലെങ്കിൽ അത് ഉടനെ തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ കാഴ്ചവെക്കാതെ കൂട് തുറന്ന് പുറത്തു വന്ന് മത്സ്യകഷ്ണം കൈക്കലാക്കുന്നതായിട്ട് അല്ലെങ്കിൽ സ്വീകരിക്കുന്നതായിട്ട് ഒരു പരീക്ഷണം നടത്തിയാണ് ചോദക പ്രതികരണ ബന്ധം പഠനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള വാദമുഖം, സംബന്ധവാദം അല്ലെങ്കിൽ കണക്ഷനിസം തോണ്ടൈക്ക് മുന്നോട്ട് വെച്ചത്. അപ്പം സംബന്ധവാദത്തിന്റെ ഉപജ്ഞാതാവ് തോണ്ടൈക്ക്. ശ്രമപരാജയ പഠനം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് അതിന്റെ ഉപജ്ഞാതാവ് ആര് തന്നെയാണ്? ശ്രമപരാജയ പഠനം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആരുടെ കണ്ടെത്തലാണ്? പറഞ്ഞു, തോണ്ടൈക്ക് തന്നെയാണ്. തോണ്ടൈക്ക്. രണ്ടാമത്തത് വാദമുഖമാണ് അനുബന്ധനം. വാദമുഖമല്ല, സിദ്ധാന്തമാണ്. അനുബന്ധനം, തിയറി ഓഫ് കണ്ടീഷനിങ് എന്ന് പറയും. അനുബന്ധന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? അനുബന്ധനം പാവ്ലോ. ക്ലാസിക്കൽ അനുബന്ധനത്തിന്റെ ഉപജ്ഞാതാവ് ക്ലാസിക്കൽ അനുബന്ധനം ക്ലാസിക്കൽ അനുബന്ധനത്തിന്റെ ഉപജ്ഞാതാവ് പാവ്ലോ. മൂന്ന് പേരുകൾ ഓർത്തിരിക്കുക. അനുബന്ധനത്തിന്റെ ഉപജ്ഞാതാവ് പാവ്ലോ, ക്ലാസിക്കൽ അനുബന്ധനത്തിന്റെ ഉപജ്ഞാതാവ് പാവ്ലോ, പൗരാണിക അനുബന്ധനത്തിന്റെ ഉപജ്ഞാതാവ് പാവ്ലോ, ഉദ്ദീപന പ്രസൂത അനുബന്ധനത്തിന്റെ ഉപജ്ഞാതാവ് പാവ്ലോ. ഈ 4 വാക്കുകൾ കേട്ടാലും പേടിക്കണ്ട, 4ന്റെ ഉപജ്ഞാതാവ് പാവ്ലോ തന്നെയാണ്. പാവ്ലോവിന്റെ അനുബന്ധനത്തെ ക്ലാസിക്കൽ അനുബന്ധനം എന്ന് പറയാൻ തന്നെ കാരണം അനുബന്ധന പഠനം ആദ്യമായി നടത്തിയത് പാവ്ലോവാണ്. പിന്നീടുണ്ടായ എല്ലാ അനുബന്ധന പഠനങ്ങളും അല്ലെങ്കിൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ തിയറികളും പുറത്തു വന്നതും പഠനം നടത്തിയതും ഒക്കെ പാവ്ലോവിന്റെ അനുബന്ധനത്തെ ആസ്പദമാക്കി ആയതുകൊണ്ടാണ് പാവ്ലോവിന്റെ അനുബന്ധനത്തെ ക്ലാസിക്കൽ അനുബന്ധനം എന്ന് പറഞ്ഞത്. ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ ക്ലാസിക് എന്ന് കേട്ടില്ലേ? ക്ലാസിക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യാൻ പറ്റുന്ന സാധനം എന്നുള്ള തരത്തിലാണ് ക്ലാസിക് എന്ന് പ്രയോഗിച്ചത്. അപ്പൊ ക്ലാസിക്കൽ അനുബന്ധനം 4 വാക്കുകൾ ഓർത്തിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് വന്നാലും പാവ്ലോവ് തന്നെയാണ് ഉത്തരം എഴുതേണ്ടത്. ക്ലാസിക്കൽ അനുബന്ധനം, ഉദ്ദീപന പ്രസൂത അനുബന്ധനം, പൗരാണിക അനുബന്ധനം, വെറും അനുബന്ധനം. അപ്പൊ അനുബന്ധന സിദ്ധാന്തം, ഉദ്ദീപന പ്രസൂത അനുബന്ധനം, ക്ലാസിക്കൽ അനുബന്ധനം, പൗരാണിക അനുബന്ധനം, 4 ഉപജ്ഞാതാവ് എന്നുള്ള തരത്തിൽ പാവ്ലോവ് തന്നെയാണ്. പാവ്ലോവാണ് അനുബന്ധനത്തിന്റെ ഉപജ്ഞാതാവ്. അനുബന്ധനത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, കൂടുതൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല. മറ്റൊരു ചോദ്യം വരുന്ന സന്ദർഭത്തിൽ അതിന്റെ വിശദീകരണം വേണ്ടി വരുമ്പോൾ അന്നേരം പറയാം. അടുത്ത അനുബന്ധനം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്നതാണ് പ്രബലന സിദ്ധാന്തം. പ്രബലന സിദ്ധാന്തം നിങ്ങൾക്കറിയാം. ആരാണ് പ്രബലന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്? പ്രബലന അല്ലെങ്കിൽ ഹള്ളാണ്. പ്രബലന സിദ്ധാന്തം യഥാർത്ഥത്തിൽ തിരിഞ്ഞു പോകുന്നതാണ് സ്കിന്നർ എന്ന് പറയുന്നത്. സ്കിന്നർ യഥാർത്ഥത്തില് ക്രിയാപ്രസൂത പ്രബലനം അല്ലെങ്കിൽ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ ഉപജ്ഞാതാവാണ് സ്കിന്നർ. പ്രബലന സിദ്ധാന്തമായി ആവിഷ്കരിച്ചിട്ടുള്ളത് ഹള്ളാണ്. ഇനി മറ്റൊരു പേരൂടെ അതിനുണ്ട്, പിരിഞ്ഞു പോകരുത്. ആവശ്യ ന്യൂനീകരണ സിദ്ധാന്തം വേണേ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ആവശ്യ ന്യൂനീകരണ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? നീഡ് റിഡക്ഷൻ തിയറി. ഒരു നീഡ് റിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ റീഇൻഫോഴ്സ്മെന്റിലൂടെ ഒരു നീഡ് റിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചോദകവും പ്രതികരണവും തമ്മിൽ ബന്ധം സ്ഥാപിക്കും എന്നുള്ള തിയറി ആദ്യമായി ആവിഷ്കരിച്ചത് ഹള്ളാണ്. അതുകൊണ്ടാണ് അവശ്യ ന്യൂനീകരണ സിദ്ധാന്തം അല്ലെങ്കിൽ നീഡ് റിഡക്ഷൻ തിയറിയുടെ ഉപജ്ഞാതാവ് ഹള്ളാണ്. പ്രബലന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഹള്ളാണ്. ഓക്കെ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ശ്രമപരാജയ പഠനം തോണ്ടയ്ക്കാണ്. പ്രബലന സിദ്ധാന്തം. ഇനി ക്രിയാപ്രസ്തുത അനുബന്ധനം. എന്താണ് ഓപ്പറന്റ് കണ്ടീഷനിങ്? ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന സന്ദർഭത്തില് ആ പ്രവൃത്തിയിൽ അടങ്ങിയിരിക്കുന്ന ആ ക്രിയാസംഗതികളെല്ലാം അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആക്ഷൻസ്, ആ ക്രിയാസംഗതികളെല്ലാം വീണ്ടും ഉണ്ടാവണം എന്ന് കരുതി പ്രബലപ്പെടുത്തുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ക്രിയാപ്രസ്തുത അനുബന്ധനം അല്ലെങ്കിൽ ഓപ്പറന്റ് കണ്ടീഷനിങ്. ഓപ്പറന്റ് എന്നുള്ളതിന്റെ അർത്ഥം എ സെറ്റ് ഓഫ് ആക്ഷൻസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ക്രിയകൾ അല്ലെങ്കിൽ പ്രക്രിയകൾ
ഇതിനെ നമ്മൾ പ്രബലപ്പെടുത്തുന്ന പ്രക്രിയക്കാണ് ക്രിയാപ്രസൂത പ്രബലനമെന്നോ ക്രിയാപ്രസൂത അനുബന്ധനമെന്നോ പറയാം. അപ്പൊ ഉദ്ദീപന പ്രസൂത അനുബന്ധനത്തിന്റെ ഉപജ്ഞാതാവ് പാവ്ലോ, ക്രിയാപ്രസൂത അനുബന്ധനത്തിന്റെ ഉപജ്ഞാതാവ് സ്കിന്നർ. തിരിഞ്ഞു പോവില്ലല്ലോ? ഓക്കെ, തിരിഞ്ഞു പോവില്ലല്ലോ? ഓക്കെ, റെസ്പോണ്ട് ചെയ്യൂ, പറയൂ. ഓക്കെ ഓക്കെ ഓക്കെ. വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? വ്യവഹാരവാദം വാട്സൺ, JB വാട്സൺ. ഓക്കെ, ഗുഡ്. നാലാമത്താണ് സാമഗ്ര്യവാദം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ടിസം. ജസ്റ്റാൾട്ടിസം എന്നും ഒക്കെ പറയാറുണ്ട്. സാമഗ്ര്യവാദം അല്ലെങ്കിൽ ജസ്റ്റാൾട്ടിസം 1912 ജർമ്മനിയിലാണ് ഇത് ഉദയം കൊണ്ടത്. ഗസ്റ്റാൾട്ടിസം സാമഗ്ര്യവാദത്തിന്റെ അന്തസത്ത എന്ന് പറഞ്ഞാല് എല്ലാറ്റിനും സമഗ്രത. ഒരു പ്രാവശ്യത്തെ ടെസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരുന്നു, ഭാഗങ്ങളെക്കാൾ ആകത്തുകയ്ക്ക് പ്രാധാന്യം നൽകുന്ന മനഃശാസ്ത്ര ചിന്താധാരയാണ് ഡാഷ്. ഭാഗങ്ങളെക്കാൾ ആകത്തുകയ്ക്ക് പ്രാധാന്യം നൽകുന്ന മനഃശാസ്ത്ര ചിന്താധാരയാണ് ഡാഷ്. ഉത്തരം ഏതാ? സാമഗ്ര്യവാദം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ടിസം ആണ്. എന്താണ് ഇതങ്ങനെ പറയുന്നത്? സമഗ്രതയ്ക്കാണ് പ്രാധാന്യം, ഭാഗങ്ങളെക്കാൾ ആകത്തുക. ഈ സാമഗ്ര്യവാദികളുടെ ഒരു സംഭാവനയാണ് അന്തർദൃഷ്ടി പഠനം. അന്തർദൃഷ്ടി പഠനത്തിന്റെ ഉപജ്ഞാതാവാരാ? അന്തർദൃഷ്ടി പഠനം അന്തർദൃഷ്ടി പഠനം അല്ലെങ്കിൽ പിന്നെ ബർത്തിമർ എന്നിവരെ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞന്മാരെന്നറിയപ്പെടുന്നു. അന്തർദൃഷ്ടി പഠനം തെളിയിക്കുന്നതിന് വേണ്ടി ചിമ്പാൻസിയിൽ പരീക്ഷണം നടത്തിയ മനഃശാസ്ത്രജ്ഞനാര്? എന്താണ് ഈ അന്തർദൃഷ്ടി? നമ്മുടെയൊക്കെ ക്ലാസ് റൂമുകളിൽ ഈ കുട്ടികളുടെ അന്തർദൃഷ്ടി ഉണ്ടാവാറുണ്ടോ? കോളറാണ് അന്തർദൃഷ്ടി പഠനത്തിന് ചിമ്പാൻസിയിൽ പരീക്ഷണം നടത്തിയത്. അന്തർദൃഷ്ടി നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളില് അന്തർദൃഷ്ടി അല്ലെങ്കിൽ ഇൻസൈറ്റ് അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ, അന്തർദൃഷ്ടി അല്ലെങ്കിൽ ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ, ഇൻസൈറ്റ് എന്നൊക്കെ പറയുന്ന ഒന്ന് തന്നെയാണ്. അന്തർദൃഷ്ടി ഉണ്ടാവാറുണ്ടോ? നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളിൽ അന്തർദൃഷ്ടി ഉണ്ടാവാറുണ്ടോ അല്ലെങ്കിൽ ഇൻസൈറ്റ് ഉണ്ടാവാറുണ്ടോ? നിങ്ങൾ ട്രെയിനിങ്ങിന് പഠിച്ച സമയത്ത് നിങ്ങളുടെ ക്ലാസ്സിലിരുന്ന് നിങ്ങൾക്ക് അന്തർദൃഷ്ടി ഉണ്ടായിട്ടുണ്ടോ? എക്സാമ്പിൾ, ഉദാഹരണം കിട്ടുന്നില്ല? അങ്ങനെയാണെങ്കിൽ എന്താണ് അന്തർദൃഷ്ടി? അന്തർദൃഷ്ടി എന്ന് പറഞ്ഞാല് പറയാണ്, നിങ്ങൾ ഈ കുറെ സാമഗ്രികൾ നമ്മൾ ക്ലാസ് റൂമിൽ വെച്ചതിന് ശേഷം കുട്ടികളോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഈ സാമഗ്രികളൊക്കെ ഉപയോഗിച്ച് ചില പരീക്ഷണങ്ങൾ ആസൂത്രണം ചെയ്യണം, അല്ലെങ്കിൽ ചില എക്സ്പെരിമെന്റുകൾ നിങ്ങൾ ആസൂത്രണം ചെയ്യണം. അപ്പൊ കുട്ടി നോക്കുമ്പം ഒരു ബന്ധവും കാണുന്നില്ല. ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇരിക്കുന്നു, ബലൂൺ ഇരിക്കുന്നു, റബ്ബർ ബാൻഡ് ഇരിപ്പുണ്ട്, കത്രിക ഇരിപ്പുണ്ട്, ആക്സാബ്ലേഡ് ഇരിപ്പുണ്ട്, മെഴുകി ഇരിപ്പുണ്ട്, ആണി ഇരിപ്പുണ്ട്, തീപ്പെട്ടി ഇരിപ്പുണ്ട്, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. കുട്ടിയോട് നമ്മൾ പറയുകയാണ്, നിങ്ങളൊരു പരീക്ഷണം കണ്ടെത്തുക എന്ന് പറയും. അവന്റെ മുമ്പിലുള്ളത് പരസ്പര ബന്ധമില്ലാത്ത കുറെ സാധനങ്ങളാണ്. ആ പരസ്പര ബന്ധമില്ലാത്ത സാധനങ്ങളെ പരസ്പര ബന്ധം കണ്ടെത്തുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് അന്തർദൃഷ്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്തർദൃഷ്ടിക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. പ്രത്യക്ഷ ക്ഷേത്ര പുനഃസംഘടനയാണ് അന്തർദൃഷ്ടി. അന്ന് എഴുതിയിട്ടാൽ നല്ലതായിരിക്കും. ദൃശ്യക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ പ്രത്യക്ഷ ക്ഷേത്രങ്ങളുടെ പുനഃസംഘടനയാണ് അന്തർദൃഷ്ടി. അങ്ങനെയാണെങ്കിൽ ദൃശ്യക്ഷേത്രം, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷേത്രം ശിവനും പാർവതിയും കൃഷ്ണനും ഒക്കെ ഇരിക്കുന്ന അതാണോ ക്ഷേത്രം? അതാണോ ക്ഷേത്രം? മനസ്സിനെ അല്ലെങ്കിൽ ക്ലാസ് റൂമിനെ ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ക്ലാസ് റൂമിനെ ക്ഷേത്രമായിട്ട് കാണാം കുട്ടിയുടെ.
ജീവിത രംഗം എന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞനാരാ? അല്ല, കുറച്ചുകൂടി എളുപ്പത്തിൽ ചോദിക്കാം. ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? ക്ഷേത്ര സിദ്ധാന്തം, ഫീൽഡ് തിയറി. കാർട്ടിൽ ലെവിൻ. വെരി ഗുഡ്. എഴുതിക്കോളൂ. ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു. ഇവരിൽ ഒറ്റയാനാര് എന്ന് ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്. ഇവരിൽ ഒറ്റയാനാര്? എന്നിട്ട് ഞാൻ 4 പേരുകൾ പറയാൻ പോവാണ്. നിങ്ങൾ ഒറ്റയാൻ ആരാണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ വേറിട്ട് നിൽക്കുന്ന മനഃശാസ്ത്രജ്ഞന്മാരാണിത്. കോഫ്ക, കോയിലർ, ഫർത്തിമാർ, കർട്ട് ലെവിൻ. കോഫ്ക, ബർത്തിമർ, കർട്ട് ലെവിൻ. ആരാണ് ഒറ്റയാൻ? എന്തുകൊണ്ട്? കർട്ട് ലെവിൻ ശരി ഉത്തരം. എന്തുകൊണ്ട്? സാമഗ്രി മനഃശാസ്ത്രജ്ഞന്മാരാണ്, അല്ലെങ്കിൽ ഗസ്റ്റാർട്ടിസ്റ്റുകളാണ്. പക്ഷേ ക്ഷേത്ര സിദ്ധാന്തമാണ്. ജീവിത രംഗം എന്ന് പറഞ്ഞാല് ലൈഫ് സ്പേസ് ആണ്. ലൈഫ് സ്പേസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജീവിത രംഗം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ കർട്ട് ലെവിൻ. ഓർത്തിരുന്നോണം. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ഇത് ടെറ്റിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. PSC LP UP ചോദ്യത്തിലും ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചോദ്യം. അപ്പൊ കർട്ട് ലെവിനാണ് ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. അതോടൊപ്പം തന്നെ ജീവിത രംഗം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചതും കർട്ട് ലെവിനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്നു, ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് പോകുന്നു. കുട്ടി ക്ലാസ് റൂമിൽ നമ്മൾ കൊടുത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച്, പരസ്പര ബന്ധമില്ലാന്ന് തോന്നിക്കുന്ന ഉപകരണങ്ങൾ, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് 3 ഉപകരണങ്ങൾ തരികയാണ്. ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി, ഒരു ചെറിയ ബലൂൺ, ഒരു റബ്ബർ ബാൻഡ്. നിങ്ങൾ ഒരു പരീക്ഷണം ആസൂത്രണം ചെയ്യാൻ പറയുന്നു. ചെയ്യാൻ കഴിയുമോ? പരീക്ഷണം ആസൂത്രണം ചെയ്യുമോ? ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി. കുറച്ച് ടീച്ചേഴ്സ് ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. പ്രൈമറി സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അവർക്ക് ഈസി ആയിട്ട് പറയാം. പരിസര പഠനത്തിൽ ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി, ഒരു ബലൂൺ, ഒരു റബ്ബർ ബാൻഡ്, ഈ 3 എണ്ണം കൊടുക്കുന്നു. പരസ്പര ബന്ധമില്ല, 3ഉം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ പരസ്പര ബന്ധമില്ല എന്ന് തോന്നിക്കുന്ന പല സാധനങ്ങളെയും കൂട്ടിയിണക്കി പരസ്പര ബന്ധം കണ്ടെത്തുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് അന്തർദൃഷ്ടി, അല്ലെങ്കിൽ ഉൾക്കാഴ്ച, അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ, അല്ലെങ്കിൽ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു അന്തർദൃഷ്ടി ഇപ്പൊ ഇവിടെ ഉദയം കൊള്ളും. ഇപ്പൊ ആർക്കെങ്കിലും ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലിരിക്കുന്ന ഈ ഞാനുൾപ്പെടെയുള്ള 89ഓളം ആൾക്കാരുണ്ട്. അവരിൽ ആർക്കെങ്കിലും ഒക്കെ ഇപ്പൊ ഒരു അന്തർദൃഷ്ടി രൂപം കൊള്ളും, അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ് കിട്ടും. ആ ഇൻസൈറ്റ് പറയാം. ടീച്ചർമാർക്ക് പെട്ടെന്ന് പറയാം. പറഞ്ഞോളൂ. പരീക്ഷണം ആസൂത്രണം ചെയ്യും. 3 സാധനങ്ങളെ തന്നിട്ടുള്ളൂ. ഒരു ഒഴിഞ്ഞ എന്തോ പറയാം. പറഞ്ഞോളൂ. ആ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിക്കകത്തിട്ട് അതിന്റെ താഴെ ഒരു ദ്വാരം ഇട്ടിട്ട് ബലൂണ് മുകളിൽ റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമ്മൾ കെട്ടിവെക്കാം. എന്നിട്ട് ആ പ്ലാസ്റ്റിക് കുപ്പിയിൽ ആ ദ്വാരം ഇട്ടതിലൂടെ നമ്മൾ എയർ കൊടുക്കുമ്പോൾ ബലൂൺ വീർക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എയർ കൊടുക്കുമ്പോ ബലൂൺ കുപ്പിക്കുള്ളിലേക്ക് വീർക്കുമോ അതോ കുപ്പിക്ക് പുറത്തേക്ക് വീർക്കുമോ? കുപ്പിക്ക് പുറത്തേക്കല്ലേ സാറേ വീർക്കുക. അതായത് എയറിന് കൊടുക്കുമ്പോ പുറത്തേക്ക് ഇങ്ങനെ വീർത്ത് ഇങ്ങനെ പൊന്തി വരും. അല്ല, എയർ പുറത്തേക്ക് കൊടുക്കുന്നതിന് കുപ്പിയുടെ താഴെ ദ്വാരം ഇടണോ? ഇടണ്ടല്ലോ. കുപ്പി പിടിച്ച് അമർത്തിയാ പോലെ. കുപ്പി പിടിച്ച് അമർത്തുമ്പോൾ ബലൂൺ തീർക്കുമല്ലോ. കുപ്പിക്ക് അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പീരിയൻസ് തിരിച്ചാക്കാലോ. ഈ എക്സ്പീരിയൻസ് തിരിച്ചു ആക്കാലോ. എങ്ങനെയാക്കാം? കുപ്പിക്കുള്ളിലേക്ക് ഈ ബലൂൺ വെച്ചതിന് ശേഷം, ഇതുപോലെ കെട്ടിയതിന് ശേഷം കുപ്പിയുടെ ചുവട്ടിൽ ദ്വാരം ഇട്ടിട്ട് വായു പിടിച്ചു കളയുവാണെങ്കിലോ, കുപ്പിക്കകത്തുനിന്ന് കുപ്പിക്കകത്ത വായു പിടിച്ചങ്ങ് പുറത്തേക്ക് കളയുകയാണെങ്കിൽ കുപ്പിക്കകത്തിരുന്ന് എന്ത് വീർക്കാൻ സാധ്യതയുണ്ട്? ബലൂൺ വീർക്കാൻ സാധ്യത. ഇപ്പോ ഇതിന് എനിക്ക് ഈ എക്സ്പെരിമെന്റ് പഠിപ്പിക്കാനല്ല ഞാനിത് പറഞ്ഞത്. എക്സ്പെരിമെന്റ് പറയാനല്ല. ഈ എക്സ്പെരിമെന്റിന്റെ 3 സാധനങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പ്ലാസ്റ്റിക് കുപ്പി, ബലൂൺ, റബ്ബർ ബാൻഡ്. ഇവ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുമ്പം എന്തെങ്കിലും പരസ്പര ബന്ധമുണ്ടോ? ഇല്ല, ബന്ധമില്ല. ബന്ധം ആര് കണ്ടെത്തുന്നു? ടീച്ചർ കണ്ടെത്തുന്നു? കുട്ടി കണ്ടെത്തുന്നു? കുട്ടിക്ക് അത് കൊടുക്കും. കുട്ടിയാണല്ലോ കണ്ടെത്തുക. അതിന് ടീച്ചർ അവിടെ ഒരു ഇതായിട്ട് ചെയ്യുള്ളൂ. അപ്പൊ കുട്ടി കണ്ടെത്തുന്നു. അവിടെ കുട്ടിയിൽ ഉണ്ടായത് അന്തർദൃഷ്ടി, അല്ലെങ്കിൽ ഉൾക്കാഴ്ച, അല്ലെങ്കിൽ ഇൻസൈറ്റ് ആണ്.
നമ്മൾക്ക് ഓരോരുത്തർക്കും അന്തർദൃഷ്ടി ലഭ്യമാകണമെങ്കിൽ അനുഭവങ്ങൾ കൂടുതലുള്ളവരായിരിക്കണം എന്നാ പറയുന്നത്. എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ അനുഭവങ്ങൾ കൂടുതൽ ലഭിക്കും തോറും അന്തർദൃഷ്ടിയും എളുപ്പത്തിൽ സംഭവിക്കും എന്നാ പറയുന്നത്. ക്ലാസ് റൂമിൽ അന്തർദൃഷ്ടിക്ക് ഒരു സാധ്യത ഉണ്ട്. സമഗ്രമായി കുട്ടി കാണുന്നു. നിങ്ങൾക്കറിയാം, 1, 2 ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുന്നു. 1, 2 ക്ലാസ്സുകളിൽ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തിന്റെ പേരെന്ത്? വെരി ഗുഡ്. ഉദ്ഗ്രഥിത സമീപനം. അത് എഴുതിയിട്ടോളൂ. ഉദ്ഗ്രഥിത സമീപനം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്താണെന്ന് നമുക്കറിയാം. വിഷയങ്ങളായി ഓരോ വിഷയത്തെയും പ്രത്യേകം വേർതിരിക്കാതെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ശേഷികളെയും അതോടൊപ്പം തന്നെ അതിന്റെ ആശയങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഏത് വിഷയമാണ് കുട്ടിയിലേക്ക് എത്തുന്നതെന്ന് കുട്ടി അറിയാതെ ഉള്ള ഒരു സമീപനമാണ് നമ്മൾ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. അതിനെയാണ് ഉദ്ഗ്രഥിത സമീപനം എന്ന് പറയുന്നത്. ഉദ്ഗ്രഥിത സമീപനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. സാമഗ്ര്യവാദം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ഉദ്ഗ്രഥിത സമീപനത്തിന് ഏറെക്കുറെ ബന്ധമുണ്ട്. കാരണം കുട്ടി എല്ലാം സമഗ്രമായി കാണുന്നു. കുട്ടി മലയാളമാണ് പഠിക്കുന്നത്, ഗണിതമാണ് പഠിക്കുന്നത്, പരിസര പഠനമാണ് പഠിക്കുന്നത്, കലാപഠനമാണ്, കായിക പഠനമാണ്, പ്രവൃത്തി പരിചയമാണ് എന്നറിയാതെ ഇവയുമായി ബന്ധപ്പെട്ട എല്ലാ ആശയങ്ങളെയും ചില പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് നിലവിലുള്ളത്. അതിനകത്ത് സാമഗ്ര്യവാദം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ അന്തസത്തയുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ അംഗീകരിക്കുന്ന ഒരു സമീപനമാണ് ചുവടെ ചേർത്തിട്ടുള്ളതിൽ ഏതാണ് എന്നൊരു ചോദ്യം വന്നാൽ ഉദ്ഗ്രഥിത സമീപനം എന്ന് ഉത്തരവെഴുതണം. ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ, ശരി. ഇനി അടുത്ത ഒരു സമീപനമാണ്, അടുത്ത ഒരു വാദമുഖമാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം ഓർ മാനസിക അപഗ്രഥന സിദ്ധാന്തം. അപ്പൊ പറഞ്ഞു വന്നത് ധർമ്മവാദം, ഘടനാവാദം, വ്യവഹാരവാദം, ഗസ്റ്റാൾട്ടിസം അല്ലെങ്കിൽ സാമഗ്ര്യവാദം, അഞ്ചാമത്തത് മനോവിശ്ലേഷണം അല്ലെങ്കിൽ മാനസിക അപഗ്രഥന സിദ്ധാന്തം. മാനസിക അപഗ്രഥന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരാ? വെരി ഗുഡ്. സിഗ്മണ്ട് ഫ്രോയിഡ്. ഇവിടെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. 3 കാര്യങ്ങളിൽ ഒന്ന്, മനസ്സിന് 3 അവസ്ഥകൾ ഉണ്ടെന്ന് പറയുന്നത്. ബോധം, 3 അവസ്ഥകളാണ് ഞാൻ പറഞ്ഞത്. 3 അവസ്ഥകൾ: ബോധം, ഉപബോധം, അബോധം. കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. കോൺഷ്യസ് എന്ന് പറഞ്ഞാല് വളരെ ജാഗ്രത കൂടുതലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ക്ലാസ് ആരംഭിച്ചപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്തത് നല്ല ബോധത്തോടുകൂടിയാണ്. കുറച്ച് ക്ലാസ്സുകൾ മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അവസ്ഥ ഉപബോധം. ഞാൻ കുറച്ച് ക്ലാസ്സുകൾ അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ക്ലാസ് അങ്ങോട്ട് പോകും തോറും അബോധം. സത്യമാണല്ലോ? ബോധം, ഉപബോധം, അബോധം. മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ, നമ്മളൊരു സൈക്കിൾ ചവിട്ടാൻ കയറുന്ന സന്ദർഭത്തിൽ സൈക്കിളിന്റെ ഹാൻഡിലെ പിടിക്കുന്നു, പെഡലിലേക്ക് കാല് വെക്കുന്നു, ചവിട്ടാൻ തുടങ്ങുന്നു, ബോധം. ചവിട്ട് ആരംഭിക്കുന്നു, റോഡിലേക്ക് പോകുന്നു, ഉപബോധം. ചവിട്ട് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞ് വീണ്ടും അങ്ങ് റോഡിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് സമയം നമ്മൾ അബോധാവസ്ഥയിലായി. ബോധം, ഉപബോധം, അബോധം, 3 അവസ്ഥകൾ. ഇവിടെ ഒരു കാര്യമുണ്ട്. ബോധ മനസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യ മനസ്സിന് ഒരു മഞ്ഞുമലയോട് ഒരു പ്രാവശ്യം കാറ്റഗറി 1 ഒരു ചോദ്യമായിരുന്നു, മനുഷ്യ മനസ്സിന് മഞ്ഞുമലയോടെ ഉപമിച്ച മനഃശാസ്ത്രജ്ഞനാര്? ഐസ്ബർഗ്. മഞ്ഞുമല നിങ്ങൾ കണ്ടിട്ടില്ല? വെള്ളത്തിൽ കിടക്കുമ്പോൾ അതിന്റെ ഒരു ചെറിയ അംശം മാത്രമേ വെള്ളത്തിന് മുകളിൽ കാണുകയുള്ളൂ. വളരെ കാൽഭാഗം എന്ന് പോലും പറയാൻ കഴിയില്ല. അതിലും കുറച്ച് ഭാഗം മുകളിൽ, കുറെ അതിന്റെ മുന്തിയ ഭാഗവും വെള്ളത്തിന് താഴെയായിരിക്കും. വെള്ളത്തിന് മുകളിൽ നിൽക്കുന്ന ഭാഗത്തെ ബോധം എന്ന് പറയും. അതിന്റെ തൊട്ട് താഴെയുള്ളത് ഉപബോധം, ഏറ്റവും താഴെയുള്ളത് അബോധം. അപ്പൊ അബോധ മനസ്സിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വാദമുഖങ്ങൾ ഉന്നയിച്ച മനഃശാസ്ത്രജ്ഞനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അബോധ മനസ്സിന്, ബോധ മനസ്സിനല്ല. ബോധ മനസ്സിന് അത്രയേറെ പ്രാധാന്യത്തെക്കാൾ കൂടുതൽ അബോധ മനസ്സിനാണ്. കാരണം മനുഷ്യനെ നന്നായിട്ട് പഠിക്കണമെങ്കിൽ അവന്റെ അബോധ മനസ്സിനെ തട്ടി ഉണർത്തണമെന്നാണ് ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബോധം, ഉപബോധം, അബോധം, അതിൽ തന്നെ മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയോട് ഉപമിച്ച മനഃശാസ്ത്രജ്ഞൻ സിഗ്മണ്ട് ഫ്രോയിഡ്. ഇനി നിങ്ങൾ ആദ്യം പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു. മനസ്സിന്റെ 3 ഘടകങ്ങൾ ഏതെല്ലാം, അല്ലെങ്കിൽ വ്യക്തിത്വ ഘടകങ്ങൾ ഏതെല്ലാം?
മനുഷ്യ ആ, ഇത് ഈ ഇത് 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 ഈഗോ ഈഗോ, സൂപ്പർ ഈഗോ ഈഗോ. മൂന്ന് ഇത് ഈഗോ, ഈഗോ അല്ലെങ്കിൽ അഹം, സൂപ്പർ ഈഗോ അല്ലെങ്കിൽ അത്വം. ഈഗോ സൂപ്പർ ഈഗോ. ഓക്കെ 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 ഓക്കെ. ഇത് ഈഗോ, സൂപ്പർ ഈഗോ. ഇനി എന്റെ ചോദ്യം ഇതാണ്, ഇത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സുഖതത്വത്തിൽ അധിഷ്ഠിതമായ മാനസിക ഘടനയാണ്. സുഖതത്വത്തിൽ അധിഷ്ഠിതം, എന്ത് സുഖം കിട്ടുന്ന മനുഷ്യന് അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ ഘടനയാണ്, അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ഘടനയാണ് ഇത്. ഇനി വ്യക്തിത്വത്തിന്റെ പാലകനാണ് ഈഗോ അല്ലെങ്കിൽ അഹം എന്ന് പറയുന്നത്. ഞാൻ, എനിക്ക് സമൂഹത്തോട് ചെയ്യാനുള്ളത്, എനിക്ക് എന്റെ രക്ഷകർത്താവിനോട് ചെയ്യാനുള്ളത്, എനിക്ക് എന്റെ അധ്യാപകരോട് ചെയ്യാനുള്ളത്, എന്നിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്നത്, ഇത്തരത്തിലുള്ള ചിന്താഗതികളെ അഹം എന്ന് പറയാം, വ്യക്തിത്വത്തിന്റെ പാലകൻ എന്ന് പറയാം. അതോടൊപ്പം തന്നെ തെറ്റുകളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യ മനസ്സിന്റെ അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ഘടകം കൂടിയാണ് ഈഗോ. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യ മനസ്സിന്റെ പോലീസ് ഫോഴ്സ് എന്നാണ് ഈഗോയെ അറിയപ്പെടുന്നത്. പിന്നെ പാരിസ്ഥിതിക സാഹചര്യങ്ങളെ അംഗീകരിക്കുന്ന മനുഷ്യ മനസ്സിന്റെ ഘടകം, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്തെഴുതും? പാരിസ്ഥിതിക സാഹചര്യങ്ങളെ അംഗീകരിക്കുന്ന മാനസിക ഘടകമാണ് ഡാഷ്. അത് സൂപ്പർ ഈഗോ അല്ലേ? അല്ല, പാരിസ്ഥിതിക സാഹചര്യങ്ങളെ ഈഗോ സാഹചര്യങ്ങളെ അംഗീകരിക്കുന്ന ഘടകം ഈഗോ, ഈഗോ ഈഗോ. ഈഗോ. ഈഗോ സൂപ്പർ ഈഗോ അതിനപ്പുറത്തേക്കാണ്. ഈഗോയുടെ തന്നെ ഒരു പരിണത രൂപമാണ് സൂപ്പർ ഈഗോ. പിന്നെ സാൻമാർഗിക തത്വത്തിൽ അധിഷ്ഠിതം. ഇനി ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾക്കൊക്കെ സൂപ്പർ ഈഗോ ആണോ കൂടുതൽ, ഈഗോ ആണോ കൂടുതൽ, ഇതാണോ കൂടുതൽ? നിങ്ങൾക്ക് ഈ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഈഗോ ആണോ കൂടുതൽ, ഇതാണോ കൂടുതൽ, സൂപ്പർ ഈഗോ ആണോ കൂടുതൽ? പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. സൂപ്പർ ഈഗോ ആണോ കൂടുതൽ, ഇതാണോ കൂടുതൽ, ഈഗോ ആണോ കൂടുതൽ? പറയാൻ കിട്ടുന്നില്ല. ഈഗോ ആയതുകൊണ്ടാണ് ഇത്രയും നാള് നാട്ടുകാരുടെ തല്ലുകൊള്ളാതെ ജീവിക്കാൻ കഴിഞ്ഞത്. ഇതായിരുന്നെങ്കിൽ എന്നേ ആൾക്കാർ തല്ലിക്കൊന്നേനെ. സൂപ്പർ ഈഗോ ആയിരുന്നെങ്കിൽ ആൾക്കാർ വെറുതെ വിടുകയില്ല. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ ആദർശങ്ങൾ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സിമ്പിൾ ചോദ്യം ഞാൻ ചോദിക്കുന്നു, ഭയങ്കരമായ ആദർശത്തിൽ മുഴുകി നമുക്ക് വ്യക്തിയായി ജീവിക്കാൻ കഴിയുമോ? ഭയങ്കരമായ കഴിയില്ല. കാരണം എന്താ? വെരി ഗുഡ്. അംഗീകരിക്കില്ല. സമൂഹം അംഗീകരിക്കില്ല ഒരുപാട് ആദർശങ്ങളുമായിട്ടിരുന്നാൽ. ഇനി ഇത് എന്ത് തെറ്റായ പ്രവൃത്തിയായാലും നമുക്ക് സുഖം നൽകുന്ന പ്രവൃത്തി, നമുക്ക് ഈഗോ അല്ലേ മാഷെ കൂടുതൽ വരിക? ഏത് ഈഗോ? എപ്പോഴും കൺട്രോൾ ചെയ്യില്ല, നമ്മളെങ്കിലും പോകുമ്പോ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. അതെ. അതെന്ന് പറഞ്ഞാല് ഇതിനടിമപ്പെടാതെയും സൂപ്പർ ഈഗോയുടെ ആദർശങ്ങളെ ബലികഴിക്കാതെയും മനുഷ്യനായി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഘടകമാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ ഘടനയാണ് ഈഗോ. അതുകൊണ്ടാണ് ഈഗോയെ പോലീസ് ഫോഴ്സായും വ്യക്തിത്വത്തിന്റെ പാലകനായും കണക്കാക്കുന്നത്. വ്യക്തിത്വത്തിന്റെ പാലകൻ എന്ന മാനസിക പ്രക്രിയകളെ ഏകോപിപ്പിക്കുന്ന മാനസിക ഘടകം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരവേദ? മാനസിക പ്രക്രിയകളെ ഏകോപിപ്പിക്കുന്ന മാനസിക ഘടകം ഏതാ? ഈഗോ. ഓക്കെ, ഈഗോ തന്നെയാണ്. അപ്പം ഇതിന്റെ ചോദനകളെ, ഇതിന് ഭയങ്കരമായ ചോദനകളാണുള്ളത്. എന്തും പെട്ടെന്ന് സാധിക്കണമെന്നുള്ള ഉദാഹരണം 2000 ഒരു നോട്ട് കെട്ട് നമുക്കൊരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ലഭിക്കുന്നു. അവിടെ കിടക്കാണ് 2000 രൂപയുടെ ഒരു നോട്ട് കെട്ട്. ഹലോ, ചോദിച്ചോളൂ. ഹലോ, കേൾക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, ലാസ്റ്റ് ചോദിക്കാം. പിന്നെ ഇവിടെ 2000 രൂപയുടെ ഒരു നോട്ട് കെട്ട് നമുക്ക് ബസ് സ്റ്റോപ്പിൽ കിടക്കുന്നു. എടുത്ത് ബാഗിൽ വെച്ച് കൊണ്ടുപോവോ അതോ ഇത് ആരുടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുമോ? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? സത്യമായിട്ടേ പറയാവുള്ളൂ. മനസ്സിലുള്ള പിന്നെ യഥാർത്ഥ അവസ്ഥ മാത്രമേ പറയാവുള്ളൂ. 2000 രൂപയുടെ ഒരു നോട്ട് കെട്ട് 2 ലക്ഷം രൂപയുണ്ട്, ബസ് സ്റ്റോപ്പിൽ കിടന്ന് കിട്ടുന്നു.
നിങ്ങൾ അത് എടുത്ത് ബാഗിൽ വെച്ച് ആരും കാണാത്ത ഒരു അവസ്ഥയാണെങ്കിൽ ആ ബാഗിൽ വെച്ച് കൊണ്ടുപോകാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടോ? അതോ ഇത് ആരുടെയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കും? കണ്ടെത്താൻ ശ്രമിക്കും. കണ്ടെത്താൻ ശ്രമിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, കണ്ടെത്താൻ ശ്രമിക്കും. അത് പിന്നെ ഈഗോയാണ്. അത് വേണമെങ്കിൽ അത്യഹം എന്ന് വേണമെങ്കിൽ പറയാം, അത്യഹം അല്ലെങ്കിൽ സൂപ്പർ ഈഗോ എന്ന് വേണമെങ്കിലും പറയാം. ആ മാനസികഭാവത്തെ ആരും കാണാതെ ഇതെടുത്ത് വെച്ച് അന്നേരം വീട്ടിൽ കൊണ്ടുവന്ന ആൾക്കാരെ ഭരിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന മാനസിക ഘടന ഏതാണ്? ഇത് വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് അത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടാവും. ഏത് ചോദ്യം വന്നാലും എഴുതണം. ആറാമത്തെ ഇപ്പം മനോവിശ്ലേഷണമാണ് അഞ്ചാമത്തെ ചിന്താധാരയായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഇനി ആറാമത്തത് മാനവികതാവാദം അല്ലെങ്കിൽ ഹ്യൂമനിസം. മാനവികതാവാദികൾ പ്രധാനമായും രണ്ടുപേരാണ്. ആരൊക്കെയാണ്? എബ്രഹാം മാസ്ലോ, എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ എന്നിവരാണ് മാനവികതാവാദികൾ. മാനവികതാവാദം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു വാക്ക് നിങ്ങൾ ഓർത്തിരിക്കണം. ആത്മസംതൃപ്തിയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന വാദമുഖം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം മാനവികതാവാദമാണ്. ആത്മസംതൃപ്തിയം അല്ലെങ്കിൽ സെൽഫ് കോൺസെപ്റ്റ്. ഇപ്പം പിന്നെ കാർഡോജേഴ്സ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആദർശാത്മക അഹവും, രണ്ടാമത്തത് യാഥാർത്ഥ്യ അധിഷ്ഠിത അഹവും. ആദർശാത്മക അഹം അല്ലെങ്കിൽ ഐഡിയൽ സെൽഫ്, യാഥാർത്ഥ്യാധിഷ്ഠിത അഹം അല്ലെങ്കിൽ റിയൽ സെൽഫ്. ഇത് അധ്യാപകർക്കുണ്ട്, എല്ലാ ആൾക്കാർക്കുണ്ട്. സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മിക്കവാറും എല്ലാ മനുഷ്യജീവനിലുള്ള രണ്ട് കാര്യങ്ങളാണിത്. നിങ്ങൾ ഓരോരുത്തരിലുണ്ട്. ആദർശാത്മക അഹം അല്ലെങ്കിൽ ഐഡിയൽ സെൽഫ്, യാഥാർത്ഥ്യാധിഷ്ഠിത അഹം അല്ലെങ്കിൽ റിയൽ സെൽഫ്. ഇവ തമ്മിലുള്ള ഒരു മത്സരമാണ് ക്ലാസ് റൂമുകളിൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. അധ്യാപകന്റെ ആദർശാത്മക അഹവും കുട്ടിയുടെ യാഥാർത്ഥ്യാധിഷ്ഠിത അഹവും തമ്മിൽ പൊരുത്തപ്പെടാത്ത അവസ്ഥ ഉണ്ടാകും ക്ലാസ് റൂമിൽ. ഇതില്ലാതാക്കണമെന്നുള്ള വാദമുഖമാണ് മാനവികതാവാദം. അവിടെ ഒരു പ്രത്യേകതയുള്ളത്, മാനവികതാവാദിയായ ഒരു അധ്യാപകൻ മനുഷ്യത്വത്തോടുകൂടി അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് ആയിട്ട് ക്ലാസ് റൂമിൽ പ്രവർത്തിക്കണം. നമ്മൾ സാധാരണ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ എല്ലാ വിഷയത്തിനും A+ മേടിക്കണമെന്ന് പറയും. ശരിയാണോ? മാനവികതാവാദം അംഗീകരിച്ച അല്ലെങ്കിൽ മാനവികതാവാദം മനസ്സിലാക്കിയ അല്ലെങ്കിൽ മാനവികതാവാദത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ടീച്ചർ കുട്ടിയെ എല്ലാത്തിനും A+ വാങ്ങിക്കണം എന്ന് നിർബന്ധിക്കുമോ? അതാണ് എന്റെ ചോദ്യം. നിർബന്ധിക്കുമോ? എല്ലാ കുട്ടികളോടും എല്ലാത്തിനും A+ വാങ്ങിക്കണം, എല്ലാ വിഷയത്തിനും A+ വാങ്ങിക്കണം എന്ന് നിർബന്ധം പിടിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ട് ടേംസ് പറഞ്ഞത്, ആദർശാത്മാഹവും യാഥാർത്ഥ്യാധിഷ്ഠിതാഹവും. ആദർശാത്മാഹം എന്ന് പറയുന്നത് ഞാൻ ആരായിത്തീരണമെന്നാണോ കുട്ടി ആഗ്രഹിക്കുന്നത് അതിനെ ആദർശാത്മാഹം എന്ന് പറയും. ഇനി ആരാണ് കുട്ടി യഥാർത്ഥത്തിൽ, അതിനെയാണ് യാഥാർത്ഥ്യാധിഷ്ഠിതാഹം അല്ലെങ്കിൽ ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നിങ്ങൾ ഓരോരുത്തരും +2 ഒക്കെ കഴിഞ്ഞ സന്ദർഭത്തിൽ എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ എഴുതിയാണ്. അന്ന് എൻട്രൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ എഴുതി. നീറ്റ് എഴുതുന്ന സന്ദർഭത്തിൽ വീട്ടുകാരുടെ ഒരു ആദർശാത്മക അഹമുണ്ട് അല്ലെങ്കിൽ ഒരു ഐഡിയൽ സെൽഫ് ഉണ്ട്. എന്റെ മകനെ അല്ലെങ്കിൽ എന്റെ മകളെ ഒരു ഡോക്ടർ ആക്കണം. കുട്ടിക്കൊരു റിയൽ സെൽഫ് ഉണ്ട്. ഞാൻ എത്ര എഴുതിയാലും ഈ നീറ്റ് കിട്ടാൻ പോകുന്നില്ല എന്ന് ആർക്കറിയാം? കുട്ടിക്കറിയാം. അതിനെ കുട്ടിയുടെ റിയൽ സെൽഫ് എന്ന് പറയും, യാഥാർത്ഥ്യാധിഷ്ഠിതാഹം. നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന ഓരോ കുട്ടിയെ നോക്കിക്കോളൂ. നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ കുട്ടിയിലും ഉണ്ട് അവന്റെ ആദർശാത്മാഹവും യാഥാർത്ഥ്യാധിഷ്ഠിതാവും. നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ ടീച്ചറിനും ഉണ്ട് ആദർശാത്മാഹവും യാഥാർത്ഥ്യാധിഷ്ഠിതാവും. ഇവ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കുമ്പോഴാണ് മാനവികതാവാദത്തിന്റെ പ്രസക്തി ക്ലാസ് റൂമിൽ വരുന്നത്. എന്താണ് അതിന്റെ അന്തസത്ത എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ? എന്താ? കുട്ടിയുടെ യാഥാർത്ഥ്യാധിഷ്ഠിതാഹം അറിഞ്ഞു വേണം ടീച്ചർ ക്ലാസ് റൂമിൽ പ്രവർത്തിക്കാൻ. അല്ലെങ്കിൽ ടീച്ചറിന്റെ ആദർശാത്മാഹം കുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് ചുരുക്കം. അതാണ് മാനവികതാവാദത്തിന്റെ അന്തസത്ത. അപ്പം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഫ്രോയിഡ് ആവിഷ്കരിച്ച സിദ്ധാന്തവും കാർഡോജേഴ്സ് ആവിഷ്കരിച്ച സിദ്ധാന്തവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നറിയോ? ഫ്രോയിഡ് അബോധ മനസ്സിനാണ് പ്രാധാന്യം നൽകിയത്. കാർഡോജേഴ്സ് ബോധ മനസ്സിനാണ് പ്രാധാന്യം നൽകിയത്.
എന്ന് പറഞ്ഞാൽ വളരെ ബോധത്തോടു കൂടി നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന കുട്ടികൾക്ക് പ്രാധാന്യം നൽകി ആര്? കാൾ റോജേഴ്സ്. അബോധ മനസ്സിന് പ്രാധാന്യം നൽകി ഫ്രോയിഡ്. ഇതാണ് വ്യത്യാസം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഈ മാസ്ലോവിന്റെ ഒരു സിദ്ധാന്തമുണ്ട്, ആത്മസാക്ഷാത്കാര സിദ്ധാന്തം, അല്ലെങ്കിൽ തിയറി ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ. സ്വത്വ സാക്ഷാത്കാരം അല്ല ആത്മസാക്ഷാത്കാരം. നിങ്ങൾ ടെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഴയത് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഹൈറാർക്കി ഓഫ് മോട്ടീവ്സ് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാര സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ പലതവണയായി പല ചോദ്യപേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. നിങ്ങളൊരു ഫോൺ ഒക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പഠിച്ചതാണ്, ഞാൻ വെറുതെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. ശാരീരിക ആവശ്യങ്ങൾ, സുരക്ഷിത്വ ആവശ്യങ്ങൾ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആവശ്യം, ആദരിക്കപ്പെടാനുള്ള ആവശ്യങ്ങൾ, വൈജ്ഞാനിക ആവശ്യങ്ങൾ, സൗന്ദര്യാത്മകപരമായ ആവശ്യങ്ങൾ, ആത്മസാക്ഷാത്കാരം, ഇത്രയും കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എബ്രഹാം മാസ്ലോ ആവിഷ്കരിച്ചതാണ് ആത്മസാക്ഷാത്കാര സിദ്ധാന്തം. ഇതിനെ ആവശ്യങ്ങളുടെ ശ്രേണി, ഈ വാക്കെല്ലാം ഓർത്തിരിക്കണേ, ആവശ്യങ്ങളുടെ ശ്രേണി, പ്രേരക ശ്രേണി, ഹൈറാർക്കി ഓഫ് മോട്ടീവ്സ് അല്ലെങ്കിൽ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്വത്വ സാക്ഷാത്കാര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ എബ്രഹാം മാസ്ലോ എന്ന് എഴുതണം. ആത്മസാക്ഷാത്കാര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ എബ്രഹാം മാസ്ലോ എന്ന് എഴുതണം. സ്നേഹിക്കപ്പെടുക, സ്നേഹിക്കുക എന്ന ആവശ്യത്തിനും വൈജ്ഞാനിക ആവശ്യത്തിനും ഇടയിലുള്ള ആവശ്യം ഏത് എന്ന് ചോദിച്ച് അതിന്റെ ഓപ്ഷൻസ് തന്നാൽ ആദരിക്കപ്പെടാനുള്ള ആവശ്യം എന്ന് ഉത്തരമായിട്ട് എഴുതണം. അതുകൊണ്ട് ആ കോൺ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. ആവശ്യങ്ങളുടെ ശ്രേണി ആവിഷ്കരിച്ചിട്ടുള്ള കോൺ എന്ന് പറഞ്ഞാല് ശാരീരിക ആവശ്യങ്ങൾ, ഏറ്റവും ബേസിൽ ശാരീരിക ആവശ്യങ്ങൾ, ഏറ്റവും ടോപ്പിൽ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ ഗോളുകളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവസാനിച്ചു, സന്തോഷപ്രദമായി ജീവിതത്തെയും പരിസരത്തെയും ഒക്കെ സൗന്ദര്യാത്മകമായി കണ്ട് ആത്മസാക്ഷാത്കാരത്തിൽ എത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ എത്തിപ്പെടും എന്ന് കണ്ടുകൊണ്ട് എബ്രഹാം മാസ്ലോ ആവിഷ്കരിച്ചതാണ് ഹൈറാർക്കി ഓഫ് നീഡ്സ് അല്ലെങ്കിൽ ഹൈറാർക്കി ഓഫ് മോട്ടീവ്സ് അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ ശ്രേണി അല്ലെങ്കിൽ പ്രേരക ശ്രേണി അല്ലെങ്കിൽ സ്വത്വ സാക്ഷാത്കാര സിദ്ധാന്തം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാര സിദ്ധാന്തം. പേരുകൾ മറന്നുപോകരുത്. ആത്മസാക്ഷാത്കാര സിദ്ധാന്തം, സ്വത്വ സാക്ഷാത്കാര സിദ്ധാന്തം, ആവശ്യങ്ങളുടെ ശ്രേണി, പ്രേരക ശ്രേണി, അഭിപ്രേരണ ശ്രേണി. ഏത് പേരിൽ ചോദിച്ചാലും ഒന്ന് തന്നെയാണ് ഉത്തരം. അബ്രഹാം മാസ്ലോ ആണ് ഇത് ആവിഷ്കരിച്ചത്. ഓക്കെ, ക്ലിയർ? ക്ലിയർ? ക്ലിയർ. ക്ലിയർ. ഓക്കെ. സംശയം ഉണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാം. ഇത് ഒന്ന് പറഞ്ഞ് തീർത്തതിന് ശേഷം ഞാൻ ചോദ്യങ്ങളോടൊന്ന് പറയാം. ഓക്കെ. ഏഴാമത്തെ വാദമുഖം എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന വാദമുഖമാണ്. ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജ്ഞാനനിർമ്മിതിവാദം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസം. ജ്ഞാനനിർമ്മിതിവാദം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസം. പിയാഷെ, പേരുകളൊന്ന് ഓർത്തിരിക്കണം. പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, ചോംസ്കി, സ്കംബ്. പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, ചോംസ്കി, സ്കംബ് എന്നിവരാണ് ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ വക്താക്കൾ. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ അടുത്ത സെഷനിലേക്ക് കടക്കുമ്പോൾ വൈഗോട്സ്കിക്ക് ഏറ്റവും പ്രാധാന്യം ലഭിക്കുന്നു. എന്താണെന്ന് നിങ്ങൾക്കറിയാം. കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞ വാദമുഖമാണ് ജ്ഞാനനിർമ്മിതിവാദം. കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല. ആര് പറഞ്ഞാണ് കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല? കുട്ടി ഒഴിഞ്ഞ പാത്രമാണ്. ടാബുല രാസ എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞനാരാ? കുട്ടി ഒഴിഞ്ഞ പാത്രമാണെന്ന് പറഞ്ഞതാരാ? ഒന്ന് എഴുതിയിട്ടേക്കണം, ഒന്ന് ഓർത്ത്. ജോൺ ലോക്ക്. വെരി ഗുഡ്. ജോൺ ലോക്കാണ് കുട്ടി ഒഴിഞ്ഞ പാത്രമാണെന്ന് പറഞ്ഞത്. ടാബുല രാസ നിങ്ങൾ ട്രെയിനിങ് പീരീഡില് പഠിച്ചിട്ടുള്ള ഒരു വാക്കായിരുന്നു ഇംഗ്ലീഷിൽ, ടാബുല രാസ. അല്ലേ? ആണോ? കേട്ടിട്ടുള്ളോ? ടാബുല രാസ എന്ന് കേട്ടിട്ടില്ലേ? ഉണ്ടായിരുന്നു. ടാബുല രാസ അല്ലെങ്കിൽ ഒഴിഞ്ഞ പാത്രമാണ്. അതാണ് പിന്നെ ജോൺ ലോക്കിന്റെ അഭിപ്രായം. ഇതിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് പിയാഷെ പറഞ്ഞത്. കുട്ടി ഒരിക്കലും ഒഴിഞ്ഞ പാത്രമല്ല, കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നു. ബൗദ്ധ്യ പ്രക്രിയക്ക് അല്ലെങ്കിൽ ചിന്താ പ്രക്രിയക്കാണ് പ്രാധാന്യം നൽകേണ്ടത് പഠനത്തിൽ. ഇതിന്റെ ഏറ്റവും വക്താവായി പ്രവർത്തിച്ച ആളാണ് ജീൻ പിയാഷെ. അതുകൊണ്ട് പിയാഷെ ഒരു കേവല ജ്ഞാനനിർമ്മിതിവാദിയായിട്ട് കണക്കാക്കപ്പെട്ടു.
പക്ഷെ അതിലും കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയി വൈഗോട്സ്കി. കാരണം എന്താ? വൈഗോട്സ്കി ആവിഷ്കരിച്ചത് ഏതായിരുന്നു? ഏത് വാദമുഖം? വാദം, അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഇന്ന് നമ്മളെല്ലാവരും ക്ലാസ് റൂമുകളിൽ ഫോളോ ചെയ്യുന്നതും എല്ലാവരും പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു വാദമുഖം. ഇവിടെ പിയാഷയിൽ നിന്നും വൈഗോട്സ്കിയിൽ നിന്നും ഈ തിയറിക്ക് ഒരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 2 വാക്കുകൾ വൈഗോട്സ്കി അധികപ്പറ്റായിട്ട് പ്രയോഗിച്ചു. ഏതായിരുന്നു അത്? ഏതാണ്? സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടുകൾ കുട്ടിയുടെ വൈജ്ഞാനിക വികസനത്തെ ഗണ്യമായി സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെയാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദിയായിട്ട് വൈഗോട്സ്കിയെ കണ്ടതും കേവല ജ്ഞാന നിർമ്മിതിവാദിയായിട്ട്. സാമൂഹ്യ സാംസ്കാരിക ചുറ്റുപാടുകളുടെ പ്രത്യേകതകളെ കുറിച്ചൊന്നും പിയാഷെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു വാക്ക് ഉച്ചരിച്ചിട്ടുമില്ല. അതുകൊണ്ട് പിയാഷെ ഒരു കേവല ജ്ഞാന നിർമ്മിതിവാദിയായിട്ടും വൈഗോട്സ്കിയെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദിയായിട്ടും കണക്കാക്കപ്പെട്ടു. സാമൂഹ്യ സാംസ്കാരിക ഇടപെടൽ അറിവ് നിർമ്മാണത്തെ സഹായിക്കുന്നു. സാംസ്കാരിക ഉപകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭാഷ എന്ന് അഭിപ്രായപ്പെട്ട മനഃശാസ്ത്രജ്ഞനാരെ? സാംസ്കാരിക ഉപകരണം ഏറ്റവും അത് ആശയമാണ്. ചോംസ്കി അങ്ങനെയല്ല വാദമുഖം ഉന്നയിച്ചത്. ഉപകരണം എന്ന് പറയുന്ന വാദമുഖം ഉന്നയിച്ച ആള് വൈഗോട്സ്കിയാണ്. അമൂർത്ത ചിന്തനം സാംസ്കാരിക ഇടപെടലിലൂടെ സാധ്യമാകുന്നു. അമൂർത്ത ചിന്തനം എന്താണെന്ന് നിങ്ങൾക്ക് അബ്സ്ട്രാക്ട് തിങ്കിങ്, അമൂർത്ത ചിന്തനം. കോൺക്രീറ്റ് തിങ്കിങ്ങും അബ്സ്ട്രാക്ട് തിങ്കിങ്ങും 2 എണ്ണമാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ മൂർത്തമായ ചിന്ത, മൂർത്തമായ ആശയം. മൂർത്തമായ ആശയമാണ് പിന്നെ പേന, പെൻസില്, കണ്ണാടി, ബുക്ക്, ഇതൊക്കെ മൂർത്തമായതാണ്. അമൂർത്തം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അമൂർത്തമായ ആശയം, അബ്സ്ട്രാക്ട് ആശയം ഏതാണ്? നിങ്ങൾ പഠിച്ചിട്ടുള്ളതിൽ അബ്സ്ട്രാക്ട് ആയിട്ട് നിൽക്കുന്ന, അമൂർത്തമായി നിൽക്കുന്ന ഒരു ആശയം പറയും. അമൂർത്തമായ ആശയം നിങ്ങൾ പഠിച്ചിട്ടുള്ളതിൽ അമൂർത്തമായ ഒരു ആശയം പറഞ്ഞ്. ഏത്? വായു അമൂർത്തമായ ആശയം എന്ന് തീർത്ത് പറയാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ വായുവിന്റെ സാന്നിധ്യമൊക്കെ നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. സ്പർശനത്തിലൂടെ ഒക്കെ വായുവിനെ അവർ അറിയുന്നുണ്ട്. ചലിക്കുന്നതിലൂടെ ഒക്കെ വായു ആണെന്നുള്ള ആശയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പക്ഷേ ചില ആശയങ്ങൾ നമുക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല, കിട്ടില്ല. അമൂർത്തമായി തന്നെ നിലനിൽക്കും. നിങ്ങൾ പഠിച്ചു വന്ന സാഹചര്യത്തില് നിങ്ങൾക്ക് ഇപ്പോഴും അമൂർത്തമായി നിൽക്കുന്ന ഒരു ആശയം പറയും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാം, നിങ്ങൾ തെളിയിക്കണം അത് അമൂർത്തമല്ല. സ്മെല്ല്, ഏത്? ഗന്ധം. ഗന്ധം മൂർത്തമാണ്. ഗന്ധം അതുകൊണ്ടല്ലോ ഗന്ധം എന്ന് പറയുന്നത് തന്നെ. നമുക്ക് മണത്തറിയാം ഗന്ധം. വേറെ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറയൂ. സുമ തെറ്റട്ടെ? സുമാ ദീപൻ പറയൂ ധൈര്യമായിട്ട്. ഗന്ധമല്ല, ഗന്ധം പേന, പെൻസിലൊക്കെ പോലാനാണ് കുട്ടികൾക്ക് ഗന്ധവും. ഗന്ധമൊന്നും കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ ഒരു പ്രയാസമില്ല. ഇന്നതിന് മണമുണ്ട്, ഇന്നതിന് മണമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കാറില്ല. ആത്മാവ്. വെരി ഗുഡ്. ആത്മാവ് എങ്ങനെ കിട്ടി? ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അതോ ഇപ്പൊ കിട്ടിയതാണ്? വെരി ഗുഡ്, ഇപ്പൊ കിട്ടിയതാണ്. ഓക്കെ. ആനിയാണ് അല്ലേ? അപ്പൊ ആനി കറക്റ്റാണ്. ആത്മാവ് ഒരിക്കലും നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. ഇന്നതാണ്. എതിലെങ്കിലും പോണോ എന്ന് പറയാൻ കഴിയില്ല. ബസ് സ്റ്റോപ്പിലുണ്ടെന്ന് പറയാൻ കഴിയില്ല, അമ്പലത്തിലുണ്ടെന്ന് പറയാൻ കഴിയില്ല, പള്ളിയിലുണ്ടെന്ന് പറയാൻ കഴിയില്ല. കുട്ടിയുടെ മുമ്പിലേക്ക് ആത്മാവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് അതിനെ ഒന്ന് ശരിയാക്കി കൊടുക്കാൻ. സൗന്ദര്യം നമുക്ക് കൃത്യമായിട്ടും അതുപോലെ പറയാൻ കഴിയുമോ? സൗന്ദര്യം കൃത്യമായിട്ടും നമ്മളെ കോൺക്രീറ്റ് ആയിട്ട് കുട്ടികളിൽ എത്തിക്കാൻ കഴിയും. ഇതാണ് സൗന്ദര്യം? ഇല്ല, കഴിയില്ല. ടീച്ചറിനെ കാണിച്ചതിന് ശേഷം ആ ടീച്ചറാണ് സുന്ദരി എന്ന് പറയാൻ കഴിയുമോ? ഇല്ല, പറയാൻ കഴിയില്ല. കാരണം ഓരോരുത്തരുടെയും സൗന്ദര്യ സങ്കല്പങ്ങൾ വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് അതും പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള കുറെ ആശയങ്ങളുണ്ട്. ഇനി എന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, ഈ സൗരയൂഥം എന്ന് പറയുന്ന ആശയം ഇതുവരെ നമുക്ക് കോൺക്രീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കൃത്യമായി? സൗരയൂഥം ഉണ്ടോ? ഇല്ല, പലപ്പോഴും അബ്സ്ട്രാക്റ്റ്. പറഞ്ഞോളൂ. ഹലോ, ചോദിച്ചോളൂ. സംശയം ചോദിച്ചില്ല. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്ന അത് ഈ അമൂർത്തമായ അതിനകത്ത് വരുന്നതാണോ? ഈശ്വരനും കുറച്ചൊക്കെ അമൂർത്തമാണ്. നമ്മൾ മൂർത്തവൽക്കരിക്കാൻ ശ്രമിക്കുകയാണല്ലോ ചെയ്യുന്നത്. മൂർത്തവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഈശ്വരൻ യഥാർത്ഥത്തില് അദൃശ്യനായ കുട്ടിക്ക് കൃത്യമായും നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്ത ഒരു സാധനം തന്നെയാണ്. കാരണം അമ്പലത്തിനകത്തിരിക്കുന്ന ഈശ്വരന് ആ രൂപം വെച്ച് നമ്മൾ അങ്ങനെ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ആശയം സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൃഷ്ണൻ ഇങ്ങനെയാണ്.
ശിവൻ ഇങ്ങനെയാണ്. കാരണം ശിവന്റെ ചിത്രവും ശിവന്റെ രൂപവും ഒക്കെ കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അതുപോലെ ആത്മാവിന്റെ രൂപവും ആത്മാവിന്റെ ചിത്രവും കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ആത്മാവിനെ വെച്ച് നോക്കുമ്പം ശിവനും കൃഷ്ണനും അത്തരത്തിൽ തുടങ്ങിയ ഒക്കെ കുറച്ചൊക്കെ മൂർത്തമായ ആശയങ്ങളായിട്ട് നമുക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. ആശയങ്ങൾ ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞുള്ളതേ ഉള്ളൂ. അമൂർത്ത ചിന്തനം സാംസ്കാരിക ഇടപെടലുകളിലൂടെ സാധ്യമാകും എന്ന് പറഞ്ഞാല് സമൂഹത്തിൽ കുട്ടി ഇടപെടുന്നതിലൂടെ അമൂർത്ത ചിന്ത ഉണ്ടാവുമെന്നും അമൂർത്തമായ പല ആശയങ്ങളും മൂർത്തവൽക്കരിക്കപ്പെടുമെന്നുമാണ് വൈഗോട്സ്കിയുടെ ആശയം. സാമൂഹ്യ ജ്ഞാനനിർമ്മിതി വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം അതാണ്. അമൂർത്ത ചിന്തനം സാംസ്കാരിക ഇടപെടലുകളിലൂടെ സാധ്യമാകും എന്ന് സിദ്ധാന്തിച്ച മനഃശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ വൈഗോട്സ്കി ഉത്തരം എഴുതിക്കേണ്ടി വരും. പിന്നെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് ZPD. എല്ലാവർക്കും അറിയാവുന്ന ഒരു ആശയമാണ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും പ്രൈമറി ക്ലാസ്സുകളിലായാലും ഹൈസ്കൂൾ ക്ലാസ്സുകളിലായാലും ഏത് ക്ലാസ്സുകളിലായാലും അത് കോളേജ് ക്ലാസ്സുകളിലായാലും ഇന്ന് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു ആശയമാണ് ZPD അല്ലെങ്കിൽ സമീപസ്ഥ വികസന മണ്ഡലം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ഓരോരുത്തരെയും എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും സ്വന്തം കഴിവിനാൽ എത്തിച്ചേരുന്ന ഒരു മണ്ഡലമുണ്ട്, അല്ലെങ്കിൽ ഒരു വികസന മണ്ഡലമുണ്ട്. അതിനെ കറന്റ് എബിലിറ്റി ലെവൽ CAL എന്ന പേരിൽ അറിയപ്പെടും. കറന്റ് എബിലിറ്റി ലെവൽ ആരെങ്കിലുമൊക്കെ സഹായിച്ചാൽ, അത് മുതിർന്നവരാകാം, പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരാകാം, അധ്യാപകരാകാം, രക്ഷിതാക്കളാകാം, ആരെങ്കിലുമൊക്കെ സഹായിച്ചാൽ അതിന്റെ പരമോന്നതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു നിലയുണ്ട്. അതിനെ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ എന്ന് പറയും, PAL. ഇതിന് രണ്ടിനും മധ്യേ ഒരു വികാസ മണ്ഡലം ഉണ്ട് എന്നും ആ വികാസ മണ്ഡലത്തിലാണ് യഥാർത്ഥത്തിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അധ്യാപകർ ചലനങ്ങൾ സൃഷ്ടിക്കേണ്ടതും എന്നാണ് വൈഗോട്സ്കിയുടെ കണ്ടെത്തൽ. ആ മണ്ഡലത്തിന് പറയുന്ന പേരാണ് സമീപസ്ഥ വികസന മണ്ഡലം അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഇവിടെ ടീച്ചർമാരായാലും രക്ഷിതാക്കളായാലും മുതിർന്നവരായാലും കുട്ടിക്ക് നൽകുന്ന സഹായത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രേയാണല്ലോ അത് പറഞ്ഞല്ലേ? കൈത്താങ് തന്നെയാണ്. കൈത്താങ് അല്ലെങ്കിൽ സ്കാഫോൾഡിങ്. ഇപ്പൊ കൈത്താങ് നൽകുമ്പോൾ കുട്ടി പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് എത്തിച്ചേരപ്പെടുമെന്നാണ് പറയുന്നത്. കൈത്താങ് സമൂഹത്തിൽ നിന്ന് കിട്ടാം, കൈത്താങ് ടീച്ചേഴ്സിൽ നിന്ന് കിട്ടാം, കൈത്താങ് കൂട്ടുകാരിൽ നിന്ന് പോലും കൈത്താങ് കിട്ടാം. കാരണം ചിലപ്പോൾ ഒരു പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് എത്തിച്ചേരപ്പെടുന്നതിന് വേണ്ടി ഒരു സഹപഠിതാവിന്റെ സഹായമാണ് തേടുന്നതെങ്കിൽ അവിടെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റില് അല്ലെങ്കിൽ സമീപസ്ഥ വികസന മണ്ഡലത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഇങ്ങനെയുള്ളവർക്കൊക്കെ കഴിയും. ഇതാണ് വൈഗോട്സ്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. ഇതൊക്കെ നമ്മളെല്ലാവരും അധ്യാപകർ എന്നുള്ള രീതിയിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തത്. കുട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കൈത്താങ് എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? സ്കാഫോൾഡിങ്. കൈത്താങ് എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? അതിൽ തെറ്റിപ്പോരുത്, ഞാൻ ഉത്തരം തന്നെ പറയാം. 1976 വൈഗോട്സ്കിയേക്കാളൊക്കെ മുമ്പേ തന്നെ ബ്രൂണർ ഇത് പ്രയോഗിച്ചിരുന്നു, കൈത്താങ്. പക്ഷെ ഫലവത്താക്കി പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചതും അത് ഫലവത്താക്കിയതും ജനകീയമാക്കിയതും ആരാണ്? കൃത്യമായി കൈത്താങ് എന്ന് പറയുന്ന പദം ഉപയോഗപ്പെടുത്തിയതെന്നും തീർത്ത് പറയാൻ കഴിയില്ല. ഉപയോഗപ്പെടുത്തിയത് വൈഗോട്സ്കിയാണ്. അതുകൊണ്ടാണ് വൈഗോട്സ്കിയുടെ പേരിലാണ് ഈ സ്കാഫോൾഡിങ് അറിയപ്പെടുന്നത്. പക്ഷെ 1976 ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ബ്രൂണറാണ്. അധ്യാപകർ, രക്ഷിതാക്കൾ, മുതിർന്നവർ, സമൂഹത്തിലുള്ള മറ്റുള്ളവർ തുടങ്ങിയവർക്ക് കുട്ടിക്ക് കൈത്താങ് നൽകാം. ZPDയുമായി ബന്ധപ്പെട്ട മറ്റൊരു സംജ്ഞയാണ് സഹവർത്തിത പഠനം. ഒരു ചുമതല, ഏതെങ്കിലും ഒരു പ്രവർത്തനം ഒരു സംഘം ഏറ്റെടുക്കുകയും ആ സംഘാംഗങ്ങൾക്കിടയിൽ ചുമതലകൾ വിഭജിച്ചു നൽകുകയും ചെയ്യുന്ന ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ഇവിടുന്ന് ബഹളം വരുന്നുണ്ടേ. അപ്പൊ സംഘാംഗങ്ങൾക്കിടയിൽ ചുമതലകൾ വിഭജിച്ചു നൽകുകയും ആ വിഭജിച്ചു നൽകുന്ന ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് പഠിതാക്കൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് സഹവർത്തിത പഠനം അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ലേണിംഗ്. സഹവർത്തിത പഠനം. സഹവർത്തിത പഠനത്തിന്റെ ഉപജ്ഞാതാവാരാ? സഹവർത്തിത പഠനത്തിന്റെ ഉപജ്ഞാതാവ് കണ്ടെത്തൽ പഠനത്തിന്റെ ഉപജ്ഞാതാവാരാ?
ബ്രൂണർ. കണ്ടെത്തൽ പഠനം ഡിസ്കവറി ലേണിംഗിന്റെ ഉപജ്ഞാതാവ് ബ്രൂണർ. ശാസ്ത്രീയാരോഹണം അല്ലെങ്കിൽ സ്പൈറലിന്റെ ഉപജ്ഞാതാവാണ് ബ്രൂണർ. ഒന്ന് മ്യൂട്ടിയാണ്, ഒന്ന് മ്യൂട്ടിയാണ്. ആതിര, റിജി എവിടുന്ന ശബ്ദം വരുന്നു? ഒന്ന് മ്യൂട്ടിയാണ്. ഓക്കെ. പിന്നെ അപ്പോ ചാക്രികാരങ്ങൾ എന്നാൽ എന്തെന്ന് അറിയാമല്ലോ. ആശയങ്ങളുടെ പരസ്പര ബന്ധം. ഓരോ ക്ലാസ് ഉയർന്നു പോകുന്തോറും അവയുടെ വൈപുല്യവും ആഴവും ഒക്കെ വിപുലപ്പെടുത്തി വികസിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്പ്രിങ്ങിന്റെ രൂപത്തിലുള്ള സമീപനം നമ്മൾ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നു. അതിനെ ചാക്രികാരോഹണം അല്ലെങ്കിൽ സ്പൈറലിംഗ് അല്ലെങ്കിൽ സർപ്പിള ക്രമരീതി എന്നും പറയും. സർപ്പിളം, സ്പൈറലിംഗ്. ഇപ്പൊ സ്പ്രിങ്ങിന്റെ താഴെയറ്റം ചെറുതും അതിന് മുകളിലേക്ക് വരുന്തോറും ക്ലാസ്സുകൾ ഉയർന്നു വരുന്തോറും ആ സ്പ്രിങ് വലുതായി വലുതായി വികസിച്ച് വിപുലപ്പെട്ട് വരുന്ന ഒരു സമീപനമാണ് നമ്മൾ ഇന്ന് സ്വീകരിക്കുന്നത്. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ആശയങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, പാഠങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ചാക്രികാരോഹണ സമീപനം സ്വീകരിച്ചിട്ടുള്ളതായിട്ട് നമ്മൾ കാണാം. 5-ാം ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ആശയം എടുക്കുക, അതിന്റെ ഡെവലപ്മെന്റ് ആയിരിക്കും 6-ാം ക്ലാസ്സിൽ, അതിന്റെ ഡെവലപ്മെന്റ് ആയിരിക്കും 7-ാം ക്ലാസ്സിൽ. അപ്പൊ ശേഷികളും അതോടൊപ്പം തന്നെ കണ്ടന്റും അല്ലെങ്കിൽ ആശയങ്ങൾ വികസിച്ച് വരുന്ന ഒരു സമീപനം, അതിനെയാണ് ചാക്രികാരോഹണം എന്ന് പറയുന്നത്. ചാക്രികാരോഹണ സമീപനത്തിന്റെ ഉപജ്ഞാതാവ് ബ്രൂണറാണ്. ഇത് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പെട്ടെന്നൊന്ന് പറയാം. സമയത്തിന്റെ പ്രശ്നമില്ലല്ലോ. രതീഷ് സാർ ഉണ്ടോ? രതീഷ് സാർ ഇതിനകത്തുണ്ടോ? ഹലോ, പ്രീതി ഉണ്ടോ? റിജ എത്തിയായിരുന്നില്ലേ? റിജ തോമസ് എന്നാ, റിജ ജെറോം എന്ന് പറഞ്ഞാല് പിന്നെ 3 മാസന്റെ ജിറ ജെറോം അല്ലേ? അതല്ലേ? ശരിക്കും സാർ അന്ന് കളിയാക്കിയെങ്കിലും ഇപ്പൊ രതീഷ് സാറാണ് തിരിച്ചു കളിയാക്കുന്നത്. അതാ ഇപ്പൊ ശ്രീമാസന്റെ ജിറ ജെറോം ആയിരുന്നു, എനിക്കറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ, സമയത്തിന് പ്രശ്നമില്ലല്ലോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ 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 ഓക്കെ. ഒന്നാമത്തെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ടേ ഞാൻ ഈ പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളായി വരുന്ന ആൽഫബറ്റ് മാത്രം ഒന്ന് അടയാളപ്പെടുത്തുക. എങ്ങനെ അത് ശരിയായി വരുന്നു എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻസ് ഞാൻ വായിക്കും. ഓപ്ഷൻസിന്റെ ആൽഫബറ്റ് മാത്രം നിങ്ങൾ അടയാളപ്പെടുത്തുക. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, വില്യം ബ്യൂൺസ് മുന്നോട്ട് വെച്ച മനഃശാസ്ത്ര വാദമുഖമാണ് ഡാഷ്. വില്യം ബ്യൂൺസ് മുന്നോട്ട് വെച്ച മനഃശാസ്ത്ര വാദമുഖമാണ് ഡാഷ്. എ ഘടനാവാദം, ബി ധർമ്മവാദം, സി ദ്വൈതവാദം, ഡി വർത്തനവാദം. അടയാളപ്പെടുത്തിയല്ലോ. ആ, ശരി ഉത്തരം എ ഘടനാവാദം. അന്നേരം ഉത്തരം പറഞ്ഞു പോകുന്നല്ലേ നല്ലത്. എ ഘടനാവാദം. ഇതിനകത്ത് ദ്വൈതവാദം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നു. ദ്വൈതവാദം എന്നാൽ എന്തെന്ന് നിങ്ങൾക്കറിയാം? ദ്വൈതവാദം എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും രണ്ടും രണ്ടല്ല ഒന്നാണെന്നുള്ള വാദമുഖമാണ്. സോറി, മനസ്സും ശരീരവും രണ്ടും രണ്ടാണെന്നുള്ള വാദമാണ്. ഡ്യുവലിസം എന്ന് പറഞ്ഞാൽ ഡ്യുവൽ സിം, ഇരട്ട സിം എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഡ്യുവൽ. മനസ്സും ശരീരവും രണ്ടും രണ്ടാണെന്നുള്ള വാദമുഖമാണ് ദ്വൈതവാദം. ദ്വൈതവാദത്തിന്റെ ഉപജ്ഞാതാവ് റെനെ ദെക്കാർത്തെ. ദ്വൈതവാദം ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതേ. രണ്ടാമത്തെ ചോദ്യം, പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിനുള്ള മനുഷ്യ മനസ്സിന്റെ ധർമ്മങ്ങളായിരിക്കണം മനഃശാസ്ത്രത്തിന്റെ പഠന വിഷയം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിനുള്ള മനുഷ്യ മനസ്സിന്റെ ധർമ്മങ്ങളായിരിക്കണം മനഃശാസ്ത്രത്തിന്റെ പഠന വിഷയം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? എ റെനെ ദെക്കാർത്തെ, ബി വില്യം ബ്യൂൺസ്, സി വില്യം ജെയിംസ്, ഡി ആൽഫ്രഡ് ബീനെ. ഉത്തരം എഴുതിയിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ആൽഫബറ്റ് മാത്രം അടയാളപ്പെടുത്തിയാൽ മതി. എ റെനെ ദെക്കാർത്തെ, ബി വില്യം ബ്യൂൺസ്, സി വില്യം ജെയിംസ്, ഡി ആൽഫ്രഡ് ബീനെ. ഉത്തരം പറഞ്ഞോളൂ. പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിനുള്ള മനുഷ്യ മനസ്സിന്റെ ധർമ്മങ്ങളായിരിക്കണം മനഃശാസ്ത്രത്തിന്റെ പഠന വിഷയം എന്ന് അഭിപ്രായപ്പെട്ട മനഃശാസ്ത്രജ്ഞനാര്? പറഞ്ഞോളൂ. വില്യം ജെയിംസ്. സി ശരി ഉത്തരമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവാണ് എ പാവ്ലോ, ബി വാട്സൺ, സി സ്കിന്നർ, ഡി തോണ്ടൈക്ക്. വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവാണ് എ പാവ്ലോ, ബി വാട്സൺ, സി സ്കിന്നർ, ഡി തോണ്ടൈക്ക്.
ഉത്തരം ഉത്തരം ബി വാട്സൺ. ക്വസ്റ്റ്യൻ 4. ചോദക പഠനത്തിന് ആധാരം എന്നത് ഏത് വാദമുഖം? ചോദക പ്രതികരണ ബന്ധമാണ്, അല്ലെങ്കിൽ സ്റ്റിമുലസ് റെസ്പോൺസ്. കുഞ്ഞുങ്ങൾ ബഹളം വെക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ബഹളം വെക്കുമ്പോൾ ചോദക പ്രതികരണ ബന്ധമാണ് പഠനത്തിന് ആധാരം എന്നത് ഏത് വാദമുഖം? എ സാമഗ്രിവാദം, ബി മാനവികതാവാദം, സി ധർമ്മവാദം, ഡി വ്യവഹാരവാദം. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം, ഇവരിൽ ഒറ്റയാനാരാണ്? എ വാട്സൺ, ബി സ്കിന്നർ, സി ഡി തോണ്ടൈക്ക്. ഇവരിൽ ഒറ്റയാനാരാണ്? എ വാട്സൺ, ബി സ്കിന്നർ, സി കുഞ്ഞുങ്ങൾ ബഹളം ഉണ്ടാക്കുന്ന ഇവരിൽ ഒറ്റയാനാരാണ്? എ വാട്സൺ, ബി സ്കിന്നർ, സി പിയാഷെ, ഡി തോണ്ടൈക്ക്. ഉത്തരം വാട്സൺ, സ്കിന്നർ, തോണ്ടൈക്ക് വ്യവഹാരവാദികളാണ്. പിയാഷെയോ? പിയാഷെ ജ്ഞാനനിർമ്മിതിവാദിയാണ്. അതുകൊണ്ട് അതിനകത്ത് ഒറ്റയാനാരാണ്? പിയാഷെ. മനസ്സിലായോ? ഇവരിൽ ഒറ്റയാനാരാണ്? വാട്സൺ, സ്കിന്നർ, പിയാഷെ, തോണ്ടൈക്ക്. അതിനകത്ത് ഉത്തരം പിയാഷെയാണ്. പിയാഷെ ഒരു ജ്ഞാനനിർമ്മിതിവാദിയാണ്. ബാക്കി പറഞ്ഞ 3 പേരും വ്യവഹാരവാദികളാണ്, അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റുകളാണ്. ക്ലിയർ? ആറാമത്തെ ചോദ്യം, പ്രത്യക്ഷണത്തെ കേന്ദ്രമാക്കി ആരംഭിച്ചതും വികസിപ്പിച്ചതുമായ മനഃശാസ്ത്ര ചിന്താധാരയാണ് ഡാഷ്. പ്രത്യക്ഷണത്തെ കേന്ദ്രമാക്കി ആരംഭിച്ചതും വികസിപ്പിച്ചതുമായ മനഃശാസ്ത്ര ചിന്താധാരയാണ് ഡാഷ്. പ്രത്യക്ഷണം പെർസെപ്ഷനെ ലക്ഷ്യമാക്കി. പെർസെപ്ഷനെ ലക്ഷ്യമാക്കി എന്ന് പറയുമ്പം പെർസെപ്ഷൻ നടക്കണമെങ്കിൽ പരസ്പര ബന്ധമില്ല എന്ന് തോന്നിക്കുന്ന പല കാര്യങ്ങളെയും പരസ്പര ബന്ധം കണ്ടെത്തണം. അപ്പോഴാണ് പെർസെപ്ഷൻ അല്ലെങ്കിൽ പ്രത്യക്ഷണം നടക്കുന്നത്. സംവേദന നേടിയ അറിവിന് അർത്ഥം നൽകുന്ന പ്രക്രിയ ആയിരിക്കണം. കാൾ യൂങ്, സിഗ്മണ്ട് ഫ്രോയിഡ്, ആഡ്ലർ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മനോവിശ്ലേഷണവാദികൾ, സൈക്കോ അനാലിസ്റ്റുകൾ. തിയറി ഓഫ് സൈക്കോ അനാലിസിസിന്റെ വക്താക്കളാണ് ഇവർ 3 പേരും. കാൾ യൂങ്, ഫ്രോയിഡ്, ആഡ്ലർ. ക്ലിയർ ആയോ? ക്ലിയർ ആണല്ലോ? കാൾ യൂങ്, ആഡ്ലർ. ആഡ്ലർ ആണ് ADLER. ആഡ്ലർ. സിഗ്മണ്ട് ഫ്രോയിഡ്. ഇവരെ 3 പേരെയും എന്ത് പേരിൽ അറിയപ്പെടുന്നു? മനോവിശ്ലേഷണവാദികൾ, സൈക്കോ അനലിസ്റ്റുകൾ. ക്ലിയർ ആണല്ലോ? 10ാമത്തെ ചോദ്യം, കുട്ടികളുടെ മസ്തിഷ്കം ഒരു കമ്പ്യൂട്ടറിന് സമാനമായി ലഭിക്കുന്ന അറിവുകളെ വിവിധ പ്രക്രിയകളിലൂടെ സ്വായത്തമാക്കുന്നു എന്ന സിദ്ധാന്തം എന്ത് പേരിൽ അറിയപ്പെടുന്നു? കുട്ടികളുടെ മസ്തിഷ്കം എന്നല്ല, വലിയവരുടെ മസ്തിഷ്കമായാലും തലച്ചോറിനെ ഇങ്ങനെയാണ് കമ്പ്യൂട്ടറിന് സമാനമായി ലഭിക്കുന്ന അറിവുകളെ വിവിധ പ്രക്രിയകളിലൂടെ സ്വായത്തമാക്കുന്നു എന്ന സിദ്ധാന്തം. എ സംബന്ധവാദം, ബി അനുബന്ധനം, സി മാനസിക അപഗ്രഹന സിദ്ധാന്തം, ഡി വിവര വിശകലന സിദ്ധാന്തം. വിവര വിശകലന സിദ്ധാന്തം. നേരത്തെ TTCക്കൊക്കെ അവർക്ക് ബോധ്യപ്പെടാത്ത ഒരു ആശയമായിരിക്കും അത്, വിവര വിശകലന സിദ്ധാന്തം. ഇപ്പൊ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ മേഖലകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് വിവര വിശകലന സിദ്ധാന്തം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രോസസിംഗ് തിയറി എന്ന് പറയും. ഇൻഫർമേഷൻ പ്രോസസിംഗ് തിയറി. മാനവികതാവാദമാണ്. മാനവികതയിലാണല്ലോ മനുഷ്യത്വമുള്ളവർക്ക് അറിഞ്ഞിരിക്കുന്ന കുട്ടിയുടെ കാര്യങ്ങൾ അറിയാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും വെച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇന്നത്തെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. സമയം ഇത്രയും ആയതുകൊണ്ട്. കാരണം ഈ ഒരു മെസ്സേജുകൾ മാത്രമല്ല, സാറിന്റെ ക്ലാസ്സിൽ സാർ അങ്ങോട്ട് ചോദ്യം ചോദിച്ച് ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ ഇന്ററാക്ട് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ഈ ക്ലാസ്സിനെ കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. അവര് തന്നെ ഒരുപാട് വാക്കുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കാച്ചി കുറുകിയ ക്ലാസ്, സൂപ്പർ ആയിരുന്നു, ഇതുപോലൊരു ക്ലാസ് കിട്ടിയിട്ടില്ല എന്നൊക്കെ. അപ്പൊ എന്റെ അഭിപ്രായം അത് തന്നെയായിരുന്നു. ഇതുപോലെ സാറ് വീണ്ടും ക്ലാസ് എടുക്കാൻ വരണം.